ഈ പുസ്തകം. ഇതിന്റെ പേര് സത്യവേദ പുസ്തകം എന്ന പേരെങ്ങനെ? സത്യവേദ പുസ്തകം. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും പഠിക്കുന്നതും. എന്നാൽ ഇതിന്റെ പേര് സത്യവേദ പുസ്തകം. മുഴുവൻ സത്യമാണ്. ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല, ആർക്കോട്ടും ഉണ്ടാക്കാനും ഒക്കുകയില്ല. അത്രയ്ക്ക് വിശേഷപ്പെട്ട പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ഇതെടുത്തത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഈ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ഈ സത്യവേദ പുസ്തകം. ഇത് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് ചിലർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അപ്പൊ അവരും ചിന്തിക്കും, ഒരു പുസ്തകം, കനവുള്ളൊരു പുസ്തകം പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുക, ഇതെന്തോ ആണെന്ന്. ചിലർക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ പിടിച്ചോണ്ട് നടക്കുന്നവർക്കും അറിയാൻ മേല. വർഷങ്ങളായിട്ട് അമ്മ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നുള്ളത് അമ്മയ്ക്ക് ഇതിനെ വകുപ്പ് എന്നാന്ന് അറിയാൻ മേല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അറിഞ്ഞേച്ച് മുമ്പോട്ട് പോകാം. അപ്പൊ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഓരോ പുസ്തകങ്ങളായിട്ടാണ്: ഉൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകം, പുറപ്പാട് പുസ്തകം 2-ാം പുസ്തകം, ലേവ്യ പുസ്തകം 3-ാം പുസ്തകം, സംഖ്യാ പുസ്തകം 4-ാം പുസ്തകം, ആവർത്തന പുസ്തകം 5-ാം പുസ്തകം. ഇങ്ങനെ ഓരോരോ പുസ്തകങ്ങളാണ്. രാമായണത്തെ കാണ്ഡങ്ങളായിട്ടാണ് പഠിക്കുന്നത്. രാമായണം ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോകുന്ന കാലത്ത് രാമായണമൊക്കെ വായിച്ചിട്ടുണ്ട്. വലുതായിട്ട് വായിക്കാനൊന്നും അറിയാൻ പറ്റില്ലെങ്കിലും വലിയ തെറ്റില്ലാതെ വായിക്കും. ട്യൂണൊന്നും നോക്കുകയല്ല, എങ്കിലും വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണ്ഡങ്ങളായിട്ടാ: അയോധ്യാകാന്ഡം, കിഷ്കിന്ധകാന്ഡം, ബാലകാന്ഡം, സുന്ദരകാന്ഡം, ഇങ്ങനെ കാണ്ഡങ്ങളായിട്ട്. ഇത് പുസ്തകങ്ങളായിട്ടാണ്. മഹാഭാരതം പർവങ്ങളായിട്ടാ: ദ്രോണപർവം, ഭീഷ്മപർവം, കർണപർവം, പർവം. ഭഗവത്ഗീത യോഗങ്ങളായിട്ടാ: അർജുന വിഷാദ യോഗം, സാംഖ്യയോഗം, ഗുണയോഗം, കർമ്മയോഗം, യോഗമാണല്ലോ. അപ്പോൾ ഈ പുസ്തകങ്ങളായിട്ടാ: ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, യോശുവയുടെ പുസ്തകം, ഇങ്ങനെ പുസ്തകം. അതിൽ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെയാണ് ഇത് 66 പുസ്തകം. ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല. എനിക്ക് സാധാരണ പഴയ പാട്ടുകൾ പാടുന്നൊന്നും അവകാശപ്പെടുകയല്ല, ചൊല്ലും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അതിന്റെ താളത്തിൽ നിൽക്കാന് സഹോദരന്മാരെ കൊണ്ടുവന്നവർ വന്നിട്ടില്ല. എങ്കിലും നിങ്ങളും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാണ്. അപ്പൊ നിങ്ങൾ വന്ന് നോക്ക. ഇവര് 2 ദിവസം കൂടെ സഹകരിക്കുകയാണെങ്കിൽ അതിന്റെ കണക്കിന് പോകും. ആദ്യമായിട്ടായതുകൊണ്ട് ചിലപ്പം അപാകതകൾ വരും. പണ്ട് സ്കൂളിൽ പഠിച്ചത് കൃഷ്ണഗാഥ, ചെറുശ്ശേരി എഴുതിയത് കൃഷ്ണഗാഥ. അപ്പൊ അതിന്റെ താളത്തിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്. ആ വരി ഇങ്ങനെ, ഈ പുസ്തകത്തെ പറ്റിയാ: വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. ആ താളത്തിലിടും. താളമൊന്നും പറയാൻ അറിയാൻ മേല. കുഞ്ഞിനെ തൊട്ടിയാലാട്ടിയപ്പോഴല്ലയോ ഉന്തുന്തുന്തുന്തുന്നോ പഠിച്ചായിരിക്കും. പഠിച്ചല്ലേ? വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ. അത് പിടിച്ചു വരുമ്പോ ഞാൻ പാട്ട് നിർത്തും. ഇരുന്നു മോനിരുന്നു. അപ്പൊ ഇത് 2 ഭാഗങ്ങളാണ്. 2 ഭാഗങ്ങളുണ്ടതിലാകവേ 66 പുസ്തകങ്ങൾ.
ഉൽപ്പത്തി തൊട്ടും മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം, സത്യവേദ പുസ്തകം. ഇതിന്റെ ആദ്യത്തെ ഭാഗം പഴയ നിയമവും 2ാം ഭാഗം പുതിയ നിയമവും. 2 നിയമങ്ങളായത്. ഇത് നിയമമാണ്. നിയമമൊന്നും തെറ്റിക്കരുത്. ഈ പുസ്തകം വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചേച്ച് ചുമന്ന ലൈറ്റ് തെളിഞ്ഞു നിൽക്കുമ്പോൾ വണ്ടി പോകരുത്. മനസ്സിലായില്ല? ട്രാഫിക്കിന്റെ അവിടെ പുസ്തകം ഫ്രണ്ടിൽ ഇരിക്കുക, സിഗ്നല് ചുമന്ന ലൈറ്റ്, അന്നേരം കയറി പോവുക. ഇരിക്കുന്ന പുസ്തകം എന്റേതാണ്. എന്തേലും തുറന്ന് പറ. നിയമം മനസ്സിലാകുന്നില്ല. ഇത് നിയമ പുസ്തകമാണ്. ഇതിനകത്ത് നിയമങ്ങൾ ഒത്തിരി ഉണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അതിന്റെ നിയമം ഇതാ. അന്നേരം അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ ഈ പുസ്തകമായിട്ട് ഞായറാഴ്ച പള്ളിയിലോട്ട് പോവുക. എന്നെ ആരും മിണ്ടാതിരിക്കുന്നേ. ഇന്ന് അധികം മിണ്ടുവൊന്നും വേണ്ട. ഇത് നിയമമാണ്. ഇതിനകത്ത് നിയമമാണ്. അയലത്തുകാരനെ നിന്നെ പോലെ തന്നെ അവനെ സ്നേഹിക്കണം. അവനോട് മിണ്ടിയിട്ട് 5 കൊല്ലമായി. പുസ്തകം എടുത്തോണ്ട് ഞായറാഴ്ച ഓടുക. മിക്കവാറും ഞായറാഴ്ച ആള് കുറയുമെന്നാ തോന്നുന്നത്. പാസ്റ്റർ കൂടുതൽ ആൾ വരാനായിരിക്കും ആഗ്രഹിക്കുന്നത്. മിക്കവാറും ഈ ആഴ്ച കുറയും. ഈ പുസ്തകത്തിന്റെ നിയമം, ഈ കണ്ണ് തടിച്ചാൽ ഇവിടെ കൂടെ കാണിച്ചു കൊടുക്കണം. ഇതാ ഇതിന്റെ നിയമമാണ്. അന്നേരം അടിക്കാൻ അവൻ കൈ പൊക്കിയതുള്ളൂ, അവനെ നമ്മൾ താഴെ കളഞ്ഞു. നമ്മുടെ ഒരു അമ്മയാ, ചില തൻ്റെ അടി അമ്മ ഒരിക്കൽ പറഞ്ഞു, അവനെന്നെ അടിക്കാൻ തോന്നിയോളൂ, ഞാൻ കാലുമടക്കി അടിച്ചവനെ താഴെ ഇട്ടെന്ന്. പഴയ ഗുസ്തിക്കാരിയാ. ഇത് നിയമമാണ്. ഈ നിയമം ആദ്യം കാക്കേണ്ടതോ അനുസരിക്കേണ്ടത് ഇതെടുത്തോണ്ട് നടക്കുന്നവരാ. ഇന്ന് വലിയ ബഹളമൊന്നും വരികയല്ലെന്നാ എനിക്ക് തോന്നുന്ന ഇരിപ്പ് കണ്ടിട്ട്. ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പൊ ഇത് 2 ഭാഗങ്ങളാ, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെയുള്ളതായ 39 പുസ്തകങ്ങൾ. പുതിയ നിയമം മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 27 പുസ്തകങ്ങൾ. ശ്രദ്ധിക്കണേ, ഈ പുസ്തകം 66 പുസ്തകം ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് എഴുതി തീർത്തതാണ് ഈ 66 പുസ്തകം. അല്ലാതെ ഒരാള് തന്നെ കുത്തിയിരുന്ന് എഴുതിയതല്ല. ഒരാള് കൂടെ ഒരാളും കൂടി നമുക്ക് കുറച്ച് എഴുതാം, 2 പേരോട് ഇരുന്ന് എഴുതി ഒക്കുന്നിടത്തോളം ഒപ്പിച്ചു, അങ്ങനൊന്നും തന്നതല്ല. 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാര് വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ദൈവാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയതാണ് ഈ സത്യവേദ പുസ്തകം. ഇവര് പലരും തമ്മിൽ കണ്ടിട്ടില്ല. പലരും പല രാജ്യത്ത് ജനിച്ച് ജീവിച്ചവരാ, മരിച്ചവരാ, പല ടൈപ്പിൽപ്പെട്ട ആൾക്കാരാ. ഈ പുസ്തകം രാജാക്കന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. മീൻ പിടിക്കുന്ന മുക്കുവന്മാരെ കൊണ്ട് ഇതിലെ പുസ്തകം എഴുതിച്ചിട്ടുണ്ട്. ഡോക്ടർ ലൂക്കോസ് പുസ്തകം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ആടുകളെ തീറ്റുന്നവരെ കൊണ്ട് ഇതിലെ പുസ്തകം എഴുതിച്ചിട്ടുണ്ട്. ഭരണ തന്ത്രജ്ഞന്മാരെ കൊണ്ട് ഇതിലെ പുസ്തകം എഴുതിച്ചിട്ടുണ്ട്. വിദ്യാ നിപുണന്മാരായ പ്രിയപ്പെട്ടവരും ഇതിനകത്ത് പുസ്തകം എഴുതി. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽപ്പെട്ടവരെയും പുസ്തകം എഴുതാൻ ദൈവം ഉപയോഗിച്ചു. അല്ലാതെ ഒരാൾ മാത്രം ബുദ്ധിയിരുന്ന് എഴുതിയതല്ല. സാധാരണക്കാര്, രാജാക്കന്മാര്, ജ്ഞാനികള്, വിദ്യാവിഹീനന്മാര്, വിദ്യാ നിപുണന്മാര്, അവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് എഴുതിയത്. ഒന്നിച്ചിരുന്ന് എഴുതിയതല്ല, ഒരു കാലത്ത് എഴുതിയതല്ല. 1600 കൊല്ലം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത്. പക്ഷെ ഈ പുസ്തകത്തിന്റെ വിശേഷത എഴുതി തീർത്തു വന്നപ്പോൾ ഇത് ഒത്തൊന്നുള്ളതാണ്. 1600 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം 1600 കൊല്ലം കഴിഞ്ഞപ്പോ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ലെന്നായി പറഞ്ഞത്. തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത.
കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. വായിച്ചോ, ഉൽപ്പത്തി 1:1. കാണാതാണെങ്കിലും പറയാമല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവങ്ങൾ എന്നല്ല, ദൈവം ഏകവചനമാണ്. ആദിയിൽ ദൈവം, ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഏക ദൈവം. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചാൽ ഏകദൈവം, സത്യദൈവം. അതാണ് 1-ാം അധ്യായത്തിന്റെ 1-ൽ, ഈ പുസ്തകത്തിന്റെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ൽ ഏകദൈവം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതാ, അല്ലാതെ ഓരോ ഏരിയ ഓരോരുത്തർ സൃഷ്ടിച്ചതല്ല. പാപ്പച്ചനെ ആ ഏരിയ സൃഷ്ടിച്ചു, തങ്കച്ചമ്മന്ന് മറ്റേ ഏരിയ സൃഷ്ടിച്ചു, കറിയാച്ചമ്മന്ന് അവിടം സൃഷ്ടിച്ചു, ദാമോദരൻ അവിടെ സൃഷ്ടിച്ചു, ശിവൻപിള്ള അവിടം സൃഷ്ടിച്ചു. അങ്ങനെ ഓരോരുത്തരോരുത്തർ സൃഷ്ടിച്ചതല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ സ്കൂളില് പണ്ട് പഠിച്ചിട്ടുണ്ട് ഇല്ലേ, കോടാലി എടുത്തെറിഞ്ഞപ്പോൾ കേരളം പൊങ്ങി വന്നത്. സ്കൂളിൽ പഠിച്ചത് നിങ്ങൾ പഠിച്ചില്ലയോ? ഞാൻ പഠിച്ചത് അത്രയൊക്കെ പഠിത്തമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഉമാകേരളത്തിലാണോ ഉള്ളൂർ എഴുതിയതാണോന്ന് അറിയത്തില്ല. വരി ഇങ്ങനെ എന്തോ നിങ്ങൾ പറഞ്ഞ പ്രസംഗം ഏറിക്കുന്നില്ലെന്നായിരിക്കും. ഇന്നിങ്ങനെ പോട്ടെ. അത് സ്കൂളിൽ പഠിച്ചത് ഇങ്ങനെ: കന്യാകുമാരി ചിതിയാതിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളേ അന്യോന്യമാശിവർ നീന്തിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പണ്ട് പഠിച്ചത്. അതിലെ ദശാവതാര കഥകളുണ്ട്. അതിലെ ഒരു കഥാപാത്രമാണ് പരശുരാമൻ. മത്സ്യകൂർമ്മ വരാഹസ്യ നരസിംഹസ്യ വാമന രാമോ രാമ രാമച്ച കൃഷ്ണകൾക്ക് ജനാർദ്ദന. അതിലൊരു അവതാരമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങേര് അവതാരമെല്ലാം പറയാൻ വന്നതാണോ എന്ന്. ശാസിക്കുകയൊന്നും ചെയ്യരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. അപ്പോൾ അത് മഴുവെടുത്തെറിഞ്ഞ കന്യാകുമാരി ക്ഷതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യം അമ്പാശിവാർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പു പനസം മുളകേല വിഞ്ചി കേരൻ കവന്ന് തളർത്ത വെറ്റില ഏത്തവാഴ ഈരമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങമീനൽ പാരാഗിരി കൽപ്പതരും മണ്ഡിത നന്ദനാഭം. സ്കൂളിൽ പഠിച്ചതാണ്. അപ്പൊ പള്ളിക്കൂടത്തിൽ പഠിച്ചതും ഒക്കെ മഴുവെടുത്തെറിഞ്ഞുണ്ടായെന്ന. എന്നാല് ഈ പുസ്തകം പഠിപ്പിക്കുന്നതും അതങ്ങനെ തന്നെ. ഇത് കോടാലിക്കും പിച്ചാത്തിക്കും പറഞ്ഞൊന്നും ഉണ്ടായതല്ല, ദൈവം സൃഷ്ടിച്ചത്. സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, ഏക ദൈവം. ദൈവം ഒരു ഗ്രൂപ്പിന്റെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയാ ദൈവം. ഓരോരുത്തരും പിന്നെ ഓരോ ഞങ്ങളുടെ ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക. ദൈവം എല്ലാവരുടെയും കൂടെ. ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന ദൈവം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ആ പോക്കും ഇരിപ്പും കാണുമ്പോൾ അറിയാം ദൈവം ആരുടെയും കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അപ്പോൾ ആ ദൈവമാണ് ഈ കാണുന്നതിനെല്ലാം സൃഷ്ടിച്ചത്. സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. ഒന്നുകൂടെ വായിച്ചോ, 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സകല ലോകങ്ങൾക്കും
ആദികാരണമിവൻ സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ സകല ദേവവൃന്ദവന്ദിത പ്രതാകുലൻ സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ അകമാകാരന്മാരിൽ ആദമൻ മോചതും സർവാഗമ പൊരുളാകുമി പരാശക്തിക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകനാകത്തെയും ബ്രഹ്മാണ്ട കോടിനാകത്തെയും മുഴുവൻ സൃഷ്ടിച്ചവൻ, അവൻ ചമച്ചവൻ, പടച്ചവൻ, സർവശക്തനായ ദൈവമാണ്. അതായത് പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവം ദൈവം ആദിയിൽ ദൈവം. അപ്പൊ 1600 കൊല്ലം മുമ്പ് ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി. 1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴും ആ ദൈവത്തെ തന്നെയാ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇടയ്ക്ക് ദൈവം കളിക്കാൻ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നും കയറിയില്ല. ഇപ്പോഴാണ് ഒത്തിരി പെണ്ണുങ്ങളൊക്കെ ദൈവം കളിക്കുന്നുണ്ട്. ചുമ്മാ ചാരിയും ചുറ്റി ദൈവം കളിച്ച് കിടക്കാം. നല്ല കാശുമാണ്. പെണ്ണുങ്ങൾ ദൈവം കളിച്ചാലേ കാശുള്ളൂ, ആണുങ്ങൾ ദൈവം കളിച്ചാലൊന്നും കാശില്ല. പണ്ടൊരാള് പറഞ്ഞെന്നാ കേൾക്കുന്നത്, പറഞ്ഞെന്നാ ഇങ്ങനെ ഇരുന്നു തള്ളയുടെ കാശ് വാരുക. മനസ്സിലായില്ല. നീ ഇങ്ങനെ ഇതും പിടിച്ചോണ്ട് അവിടെ ഇരുന്നു തള്ളയെ പറ എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞത് പറ്റില്ല, എന്റെ ഒന്നായിക്ക് പിടിക്കരുത്, പറഞ്ഞവര് വേറെയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ദൈവം കളിക്കുക. ഇപ്പൊ ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, ദൈവങ്ങളും തന്നെ ഇരിക്കുമ്പോ തോന്നുക അങ്ങ് ദൈവമാകാൻ. കോട്ടയത്തുണ്ടായിരുന്ന ദൈവം തങ്കയെന്നാ പേര്, എല്ലാവരും ഇവിടെ അങ്ങ് ദൈവമാക്കി. ദൈവം തങ്ക ഇവിടെ ഉണ്ടെന്നാ തോന്നുന്നു, ചിരിക്കുന്നു. ശാന്തമ്മ ദൈവം. അങ്ങ് പത്തനംതിട്ട സൈഡിലുണ്ടെന്ന് ബാബു ദൈവം. പേര് പോലും ഒരു സുഖമില്ല, ബാബു. ദൈവം കളിക്കുമ്പോ പേരെങ്കിലും ഒന്ന് വൃത്തിയാക്കണം. അങ്ങനല്ലേ എന്റെ മര്യാദ. നിങ്ങളുടെ ദൈവം ആരാ? ബാബു. അതൊരു സുഖമില്ല. ദൈവം കളിക്കാൻ ഇറങ്ങുമ്പോ പേരുമെങ്കിലും ഒന്ന് വൃത്തിയാക്കി. പിന്നെ പണ്ട് സ്വാമിമാരുടെ പേരുകളൊക്കെ നല്ല പേരുകളാ, നല്ല പേരുകളാ, നല്ല പേരുകളാ. അതിൽ മിക്കതും ആനന്ദ കൂട്ടിയ ആനന്ദ, നിത്യാനന്ദ, പിന്നെ ശ്വാസതീകാനന്ദ, നല്ല പേരുകളാണ്. അപ്പൊ ഒരുത്തൻ തന്നെ ഇരുന്നപ്പോ അവന് തോന്നി സ്വാമിയാകണമെന്ന്. സ്വാമിയാകണമല്ല, ഒത്തിരി നടപടിക്രമങ്ങളുണ്ട്. ചുമ്മാ സ്വാമിയാകാനൊക്കെയല്ല. ഇവനെ ചുമ്മാ ഇരുന്നപ്പോ തോന്നി സ്വാമി കളിക്കണമെന്ന്. അവനെ പെട്ടെന്നൊരു ആയുവസ്ത്രമൊക്കെ കൊടുത്ത് ചാരമെല്ലാം മരുത്തി വെച്ച് ചിറങ്ങി. അപ്പൊ ചോദിച്ചു പേരെന്നാണ്. അവൻ പറഞ്ഞു വെളുപ്പിനെ കുളിച്ചു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു, കുളിച്ചേച്ച് ചാരമെടുത്ത് പൂശി. കള്ളസ്വാമിയാണ്. പൂശിയപ്പോ ഒരാൾ ചോദിച്ചു പേരെന്നാ? തണുപ്പ് എന്താ? അപ്പം പറഞ്ഞു തണുപ്പത്ത് കിടുകിടാനെന്താ. അപ്പൊ തണുപ്പ് കൊണ്ട് ഉള്ളിൽ ചേർന്നപ്പം പുള്ളി എല്ലാം ആനന്ദ കൂട്ടിയാണല്ലോ അവരുടെ എല്ലാം പേര്. സ്വാമി തണുപ്പത്ത് കിടുകിടാനെന്താ. ദൈവത്തിന്റെ വിശേഷതകളുണ്ട്. ഒന്ന്, അവിടുന്ന് സർവശക്തനാണ്. 2, സർവജ്ഞാനിയാണ്. 3, സർവവ്യാപിയാണ്. അവിടുന്ന് സർവജ്ഞാനിയാണ്. സർവത്തെയും നിയന്ത്രിക്കുന്നവനാ, സർവത്തെ സൃഷ്ടിച്ചവനാ ദൈവം. മൈക്ക് ഒരു ഡിലേ കുറയ്ക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ഒത്തിരി പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഇതിനെ മാത്രമേ പറയുള്ളൂ, എൻ്റെ ഇതിനൂടെ പറഞ്ഞു കൊടുക്കും. ഞാൻ പാട്ട് പാടുമ്പോ എന്തെങ്കിലുമൊക്കെ ചൊല്ലുക ചെയ്യുമ്പോൾ ഒരു ചെറിയ അതാ നല്ലത്. പ്രസംഗിക്കുമ്പം ഇങ്ങനെ പോട്ടെ. അപ്പൊ സർവശക്തനായ ദൈവം പിന്നെ ഉണ്ട്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ദൈവത്തെ പറ്റി തന്നെ വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നത്. ആ ദൈവം തന്നെ സൃഷ്ടിച്ചെന്ന വെളിപ്പാട് 4:11 വായിച്ചു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും അത് തന്നെ പറഞ്ഞു. വായിത് കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം സകലത സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും അത് തന്നെ പറഞ്ഞേക്കുന്നത്. തിരുത്തേണ്ട ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. സകലത്തെയും സൃഷ്ടിച്ചവൻ, നിർമ്മിച്ചവൻ, സർവശക്തനായ ദൈവം.
ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയേണ്ടി വരും, നമ്മൾ എടുത്ത ഭാഗത്തേക്ക് വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം, ഇതിലെ പുതിയ നിയമത്തിൽ 27 പുസ്തകം. ആ 27 പുസ്തകത്തിൽ ആരംഭത്തിൽ 5 ചരിത്ര പുസ്തകമാണ്. ആ 5 ചരിത്ര പുസ്തകത്തിൽ 4 പുസ്തകം സുവിശേഷമാണ്, യേശു ക്രിസ്തുവിന്റെ ചരിത്രം. 5-ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, അത് ആദിമ സഭയുടെ ചരിത്രം. പിന്നീട് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഉപദേശ വിഷയങ്ങളാണ്, ഉപദേശങ്ങള്. റോമാലേഖനം വിശ്വാസത്താനുള്ള നീതീകരണം, കൊരിന്ത്യർ ലേഖനം നീതീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം സ്വാതന്ത്ര്യം പ്രാപിച്ചവരുടെ അവകാശം, സ്ഥാനമാനം. ഇങ്ങനെയാണ് ലേഖനം പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, അതിൽ 4 പുസ്തകം സുവിശേഷ പുസ്തകം. ആ 4 പുസ്തകത്തിലെ 4-ാമത്തെ പുസ്തകം എന്ന യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വായിച്ചു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം ഇന്ന് രാത്രി. അപ്പോൾ സുവിശേഷം ആട്ടെ, 1-2 കാര്യം പറയാം. എന്തുമായി സുവിശേഷം? ചിലർക്ക് ഇത് കേൾക്കുന്നത് അസ്വസ്ഥതയാണ്. പണ്ട് ഒരിക്കൽ സുവിശേഷം പറയാൻ പോയപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തുവാ നമ്മൾ സുവിശേഷം? വേണ്ട, വിശേഷം ഒന്നും വേണ്ട, ഇവിടെ നിന്ന് പോകും, കൂടുതൽ വിശേഷം ഒന്നും വേണ്ട. തന്നെയല്ല, നമ്മൾ ചിലരെ എവിടെയെങ്കിലും മുക്കിനോ മൂക്കോ നിന്ന് സുവിശേഷം പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടമല്ല, ചിലർ ബഹുമാനിക്കും. അവരെ ചിലർ പറയും നല്ല കാര്യമാണ് പറയുന്നത്, നിന്ന് പറയട്ടെ. കുഞ്ഞുങ്ങളെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് മനുഷ്യനായിട്ട് കാണാതെ താന്തോന്നികളായിട്ടും തന്നിഷ്ടക്കാരായിട്ടും അടിയും ബഹളവും പ്രശ്നവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ഇവര് പറയട്ടെ നല്ല കാര്യമല്ലേ, പറഞ്ഞോട്ടെന്ന് ചിലര് പറയും. എന്നാൽ ചില പറയും വേണ്ട വേണ്ട വേണ്ട, ഈ ചേമ്പ് ഈ കാലത്തിൽ ഇവിടെ വേഗില്ല, കൊണ്ടുപോ, ഈ പരിപ്പ് ഇവിടെ അങ്ങനെ ഓടിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, എന്തുവായി സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, അല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുന്നതുമല്ല സുവിശേഷം. ആളെ കൂട്ടി എന്റെ പറഞ്ഞ ഓളോ ബഹളോ മേളോ ഒന്നും അല്ല സുവിശേഷം. നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതുമല്ല സുവിശേഷം. എനിക്ക് വന്നത് ഇവിടെ 9 മണി 9:30 വരെ സാങ്ഷൻ ഉള്ളൂ. നമുക്ക് അത്രേ തരുവുള്ളൂ. എന്നാൽ ചിലർക്ക് 11:30 ആയാലും കുഴപ്പമൊന്നും അല്ല, അവർക്കും കുഴപ്പമില്ല. നമുക്ക് 9-ാമത്തെ നമ്മൾ ബൈബിളിന്റെ സിമ്പിട്ട് കാണിക്കും. ആദ്യം കുഴപ്പം നമുക്കാ. ഇന്നലെ ഒരു യോഗത്തിന് പോകാൻ നേരത്ത് റോഡ് അങ്ങ് മൊത്തം ബ്ലോക്കാക്കി വിടുകയില്ലെന്ന് പറഞ്ഞു. വേറെ വഴി കൂടെ പോകാൻ ആർക്കും പ്രശ്നവുമില്ല, എതിരുമില്ല. നമ്മൾ ബ്ലോക്ക് ഒന്നും ആക്കുന്നില്ല, എന്നാലും ഒരു മുക്കിൽ നിന്ന് പറഞ്ഞ ഉടനെ ചിലർക്ക് ഇത് ഇഷ്ടമല്ല. എന്നാൽ ഇത് നല്ല കാര്യമായി പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് വരിക. അപ്പൊ സുവിശേഷം എന്തുവായി? സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, ആളെ കൂട്ടി ബഹളവോളം ഉണ്ടാക്കുകയല്ല, ഭീഷണിപ്പെടുത്തുന്ന മാർഗമല്ല. എന്റെ ഭാഷ പറഞ്ഞ വടിവാള് കറക്കി കാണിച്ചേച്ച് ഞങ്ങളുടെ മതത്തിൽ ചേരണ, അങ്ങനൊന്നുമല്ല. ആ മാർഗമല്ല ഇത്. തോക്ക് കൊണ്ട് കാണിച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്ന മാർഗമല്ല, അങ്ങനൊന്നും ചേർക്കുകയല്ല. കാശ് കൊടുത്ത് ചേർക്കുന്ന മാർഗമല്ല ഇത്. കാശില്ലല്ലോ, അതുകൊണ്ടല്ലേ സ്വോത്ര കാഴ്ച എടുത്തേ, അല്ലേ? ഇരിപ്പ് കാണുമ്പോൾ അറിയാം കാശില്ല. ഒരാൾ പറയുന്നത് കാശ് കൊടുത്ത് ചേർക്കുകയാണ്, നല്ല വേല. ഇതുങ്ങളും ഭാരപ്പെട്ടിരിക്കുക, വല്ലതും കിട്ടുപോയില്ല, തരും സമാധാനപ്പെടും. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് കാശ് കൊടുത്ത ആളെ കൂട്ടുന്ന മാർഗമല്ല, സഭ മാറ്റുകയല്ല, മതം മാറ്റവുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയ. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. അറിവുള്ള വാക്യമാണെങ്കിലും വായിച്ചോ, കാരണം ഇതൊക്കെ വേദപുസ്തകത്തിലെ കാര്യമാണ് പറയുന്നെന്ന് കേൾവിക്കാർക്ക് മനസ്സിലാകണം. അല്ലെ നിങ്ങൾ പറയും ആരാന്നോ പറന്ന് ശബ്ദമുള്ള ഒരുത്തം ഏതാണ്ടെല്ലാം പറഞ്ഞു വെച്ചു, എവിടുന്നാന്നോ? അത് വേണ്ട, പുസ്തകത്തിൽ നിന്നാന്ന് അറിയണം. 2:5 വായിച്ചു. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2:5 എന്തുവാ സുവിശേഷം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചു. തന്നെ വായിക്കാനല്ല, മൈക്കിൽ കൂടെ വായിക്കും. ദാവീദിന്റെ സന്തതിയായിട്ട്
ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ അതാ സുവിശേഷം. അപ്പൊ എന്റെ പ്രിയരെ, സ്നേഹിതരെ, കേൾവിക്കാരോട് പറയട്ടെ, സുവിശേഷം ഒച്ചയും ബഹളവും അല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയല്ല, അലോഗ്യം ഉണ്ടാക്കുകയല്ല, തമ്മിത്തല്ലും അടിപിടിയും ആമൻ ചേരി തിരിഞ്ഞ് അടി ഉണ്ടാക്കുകയല്ല, വർഗീയത പറഞ്ഞ ആമൻ ബഹളം ഉണ്ടാക്കുകയല്ല, മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുന്നതല്ല. സുവിശേഷം എന്ന് പറഞ്ഞത് ഒരു വ്യക്തിക്ക്, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ഓടിച്ചു പറയാം, എന്തിനാ ഈ സുവിശേഷം? എന്തിനാ സുവിശേഷം? ചില ആൾക്കാർ പറഞ്ഞ് ഒരു പണിയും കൂലിയില്ലാത്ത കുറെ അവന്മാരിറങ്ങിയിട്ടുണ്ടെന്ന്. ഇന്നാളൊരാൾ പറഞ്ഞു കേട്ടു, ഞാനും കേട്ടു. പിന്നെ എന്നാ പറയാ, ഒരു ജോലിയും കൂലിയില്ലാത്ത കുറെ അവന്മാര്. ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുടെ മോൻ പറഞ്ഞത്, കരിക്കിന്റെ മോന്ത എത്തിയ പോലെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടെന്ന്. മീശ പഠിച്ചതിന് പറഞ്ഞതാ, കരിക്കിന്റെ മോന്ത എത്തിയത് പോലെ. ഓരോരോ അഭിപ്രായങ്ങളാ. അപ്പൊ ചെല്ലു പറയുക, തൊഴിലില്ലാത്ത കുറെ എണ്ണം, അവരുടെ എല്ലാം വൈദ്യപ്പേടപ്പാന്നല്ലോ. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് വൈദ്യപ്പേടപ്പൻ ഇറങ്ങിയിരിക്കുക. എന്തിനാ സുവിശേഷം? സുവിശേഷം എന്തിനാണ് ഒറ്റവാക്കി പറയുക? സകല മനുഷ്യരും രക്ഷപ്പെടാൻ, മനുഷ്യവർഗം മുഴുവൻ രക്ഷപ്പെടണം, മനുഷ്യജാതി മുഴുവൻ രക്ഷപ്പെടണം. ഈ ജാതിയും വർഗവും മരണം ഉണ്ടാക്കിയത് മനുഷ്യനാ. അതെ, മനുഷ്യനാ. ഇവര് ചില കൂടുതലാ, അവര് കുറഞ്ഞവരാ, മറ്റവര് ഒരു പരുവത്തിന് നിൽക്കുന്നു, ഇവരൊട്ടും കൊള്ളുകയല്ല. ഇതൊക്കെ മനുഷ്യനൊപ്പിച്ചതാ. മുഖത്തിൽ നിന്ന് വന്നെന്ന് പറയുന്നു, കുറെ പേര് ഇവിടുന്ന് ഇറങ്ങിയെന്ന് പറയുന്നു, കാലിൽ നിന്ന് വന്നെന്ന് പറയുന്നു, പാദത്തിൽ നിന്ന് വന്നെന്ന് പറയുന്നു, എല്ലാം നുണയെല്ലാം പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുക. അത് വെച്ചാ ഇടപെടുന്നത്. ഞങ്ങൾ ചില കൂടിയവരാ, അവര് കുറഞ്ഞവരാ, അതുകൊണ്ട് അവരോട് അധികം അടുക്കരുത്, പോകരുത്, ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുക. ബ്രാഹ്മണോകം നരേന്ദ്രോകം ആദ്യോഗം എന്നിങ്ങനങ്ങിടുന്ന ജാന്തരേ, എന്തൊക്കെ ഭക്ഷിച്ചു കാഴ്ചിച്ചു പോകിലും ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോകിലും. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര സംസ്കാരം ഒന്നൊന്നും പറയാൻ ഞാൻ തുനിയുന്നില്ല. നാശം ഒപ്പിച്ചു വെച്ചിരിക്കുക. അവര് ചില കൂടിയവരാ, ഇവർ കുറഞ്ഞവരാ, മറ്റവരൊട്ടും കൊള്ളുകയല്ല. ഇതൊക്കെ മനുഷ്യൻ ഒപ്പിച്ചതാ. ഒരു കാര്യം പറയാം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനോട് സ്നേഹം ഉണ്ടായിരിക്കണം. ഏത് വ്യക്തിക്കും അവന്റെ വ്യക്തിത്വമുണ്ട്, അതിനെ ഹനിക്കരുത്. ഞാൻ എപ്പോഴും പറയും, ഭിക്ഷയെടുക്കുന്ന ഒരു വ്യക്തിയും വ്യക്തിത്വമുള്ളയാളാ, അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. സാഹചര്യം കൊണ്ടാണ് ഭിക്ഷ ചോദിക്കുന്നത്, അതും അന്തസ്സുണ്ട്, ചോദിച്ചല്ലേ മേടിക്കുന്നേ, ഇല്ലേ? കോടികൾ അടിച്ചു മാറ്റുന്ന മന്ത്രിയേക്കാളും നല്ലതാ, കുംഭകോണം നടത്തുന്ന വേന്ദ്രനേക്കാളും നല്ലതാ ഭിക്ഷ എടുക്കുന്ന സാധുവായ മനുഷ്യൻ, ഇല്ലേ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അടിച്ചു മാറ്റിയേച്ച് നല്ല വെളുത്ത തുണി കൊടുത്തോണ്ട് എനിക്ക് ആ ഭാഗ്യം ബുദ്ധി. നമ്മൾ പറയുക, സ്തോത്ര, ആദരണീയനായ അടിച്ചു മാറ്റിയവനാണോ? അവനിലും എന്ത് നല്ലതാ ആ ഭിക്ഷ എടുക്കുന്ന മാന്യ വ്യക്തി, ചോദിച്ചല്ലേ മേടിച്ചേ. ഏത് വ്യക്തിക്കും അതിന്റെ അന്തസ്സുണ്ട്. സ്വന്തം ആൾക്കാരുടെ പേരില്, മക്കളുടെയും കൊച്ചുമക്കളുടെ ഒക്കെ പേരില് ഒപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരിലും ഒക്കെ നല്ലതാ ഭിക്ഷ എടുക്കുന്നവൻ ആണെന്ന്. എല്ലാവർക്കും അതിന്റെ മാന്യതയുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളുണ്ട്. എന്നാലും ഞാൻ ചോദിച്ചു, ആ സഹോദരി നിങ്ങളുടെ കൂടാണോ? അതെ. പുള്ളിക്കാരിക്ക് എന്തോ, അടുക്കള പണിയാ, അത് നല്ലതല്ലേ? ഒരു ജോലിയും ചെയ്യാതെ തിന്നുന്ന നിന്നേക്കാളും നല്ലതാ. ചുമ്മാ ഇരുന്ന് അങ്ങ് കഴിക്കുക, ഒരു ജോലിയും ചെയ്യുകയല്ല. അതിലും എന്ത് അന്തസ്സാ? മറ്റു വീടുകളിലൊക്കെ പോയി ജോലി ചെയ്തേച്ചല്ലേ കഴിക്കുന്നേ. പുസ്തകത്തിലെ വാക്യം ജോലി ചെയ്യാത്തവൻ കഴിക്കരുതെന്നാ, അങ്ങനെ പുസ്തകത്തിലെ വാക്യം. ഏത് ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്. ചില ആൾക്കാർ പറയല്ലേ, പുള്ളിക്കാരിക്ക് എന്തുവാ, മുനിസിപ്പാലിറ്റി തൂപ്പ, അന്തസ്സുള്ള ജോലിയാ. നീ നിന്റെ വീടും പരിസരവും തൂക്കുകയല്ലോ, പിന്നല്ലേ മുനിസിപ്പാലിറ്റി. എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ. ചിലരെ വീടും പറമ്പും ഒക്കെ തൂക്കണമെങ്കിൽ പ്രാർത്ഥന വെക്കണം. ചൂല് എടുത്തോണ്ട് വിലക്ക് വിറ്റുകൂട്ടും. എന്നെ നാളെ പ്രാർത്ഥനയാ. ചുക്കിലി അടിക്കുന്നു, കട്ടിൽ മറച്ചിട്ടേച്ച് ചുക്കിലി തൂക്കുന്ന മേശയുടെ അടിയിൽ കൂടെ നോക്കി കട്ടം മാറ്റി വെച്ച് അവിടെ എല്ലാം മാറാലയാ. ആഴ്ചയിൽ ഒരു പ്രാർത്ഥനയിലും വെക്കാം, അങ്ങനെയും. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, ഏത് ജോലിക്കും അതിന്റെ മാന്യതയുണ്ട്.
അപ്പൊ ഈ സുവിശേഷം എന്തുവാ? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട കേട്ടോ, അര കാശ് മുടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട രക്ഷപ്പെടാനേ. മെഴുകുതിരിയും കൊടുക്കണ്ട, എണ്ണയും കൊടുക്കണ്ട, പൂവൻകോടിയും കൊടുക്കണ്ട, വടക്കോടിയും കൊടുക്കണ്ട, ആടും വേണ്ട, മാടും വേണ്ട, ഒന്നും വേണ്ട, നിന്നെ അങ്ങ് കൊടുത്താൽ മതി. ഏത് സ്വോത്ര കാഴ്ച ഇടണ്ട. ഇവിടെ പിന്നെ എടുത്തത് പാവത്തങ്ങള് ചില കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല, രക്ഷിക്കപ്പെടാനൊന്നുമല്ല. ഇവിടുത്തെ പല ആവശ്യങ്ങളുണ്ട്, അതൊക്കെ നടക്കണം. അതിനാ അദ്ദേഹത്തോണ്ട് തന്നെ ഒക്കത്തില്ല. ഒക്കുവോ? ഓ, എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ അറിയാം, പാവം. എന്നാലും ഇതെല്ലാം ചെയ്തല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള പ്രിയപ്പെട്ടവര് സഹകരിക്കുന്നല്ലോ, നാട്ടുകാരുമൊക്കെ സഹകരിക്കുന്നല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെടുക്കുന്നത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല, രക്ഷിക്കപ്പെടാനല്ല. രക്ഷിക്കപ്പെടുവാൻ ഒറ്റ മടിയേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. സ്തോത്രം. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം ഞാൻ അറിയാവുന്ന പാട്ട് പാടുമ്പോ നിങ്ങളൂടെ പാടും. അത് പറയാൻ പറ്റില്ലേ? എന്നാ എന്ത് ആരാ പാടുന്നത്? ഈ മൈക്ക് 4 എണ്ണം എന്തിനാ വെച്ചേക്കുന്നത്? അറിയാവുന്ന പാട്ട് പാടുമ്പോ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീ ഈ നല്ല സമയം വൃഥാവാകാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാകാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഒരു വാക്യം വായിച്ചോ കർത്തദാസനെ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് അറിവുള്ള വാക്യമാ. വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇതിനകത്തുള്ളതാന്ന് അറിയണം. അതിനാ വായില്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള മാർഗമാണ് സുവിശേഷം. ഒന്നുകൂടെ ആവർത്തിക്കാൻ, മതമാറ്റമല്ല, സഭമാറ്റമല്ല. അവൻ മനസ്സ് മാറി മാനസാന്തരപ്പെട്ട് അവൻ സ്വന്തം രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഞാന് പ്രാരംഭത്തിൽ ഒരു കാര്യം പറയാം. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. എല്ലാം വിവരിക്കുന്നില്ല. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ടൈഫോയിഡ് വന്നു കൂടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സകളൊക്കെ ആയിരുന്നു, ഭേദമൊന്നും വന്നില്ല. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ, ഇത്ര ആളൊന്നുമില്ല, ഒരു വീടിന്റെ മുറ്റത്ത് ഇതുപോലൊരു യോഗം. ഇത്ര മെച്ചപ്പെട്ട യോഗമൊന്നും അല്ല, കുറച്ച് പേര് ദൂരെ നിന്ന് ശ്രദ്ധിച്ചു. അപ്പൊ എന്റെ ഹൃദയത്തിൽ ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. മുമ്പോട്ട് ചെന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ചില കർത്തദാസന്മാർ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. അങ്ങനെയായി മാർഗത്ത് വന്ന്. അപ്പൊ എന്റെ നെറ്റിയിലൊക്കെ കളവക്കൂറിയും കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു. വൃശ്ചികവ്രതത്തിന്റെ സമയമാണ്. ശരണം വിളിയൊക്കെ കഴിഞ്ഞ് നാമജപവും കഴിഞ്ഞേച്ചാ വരുന്നത്. അന്ന് രാത്രി യേശു എന്നെ രക്ഷിച്ചു. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, അങ്ങനെയാ ഈ മാർഗത്ത് ഞാൻ വന്നത്. അല്ലാതെ എനിക്ക് ആരും കാശ് വന്നതല്ല. അങ്ങനെയൊക്കെ ചിലര് പറയുന്നു. കാശ് കൊടുത്ത് കാശും കഞ്ഞി, പിന്നെ ചുമ്മാ ഊളത്തരം ഒന്നും പറയരുത്. എനിക്കാരും തന്നില്ല. നിങ്ങൾക്ക് വല്ലതും കിട്ടിയെങ്കിൽ നിങ്ങൾ പറഞ്ഞു. എന്റെ കാര്യം എനിക്ക് പറയാം. ഒന്നറിയാം, യേശു എന്നെ സൗഖ്യമാക്കി. അവന് സമാധാനം ലഭിച്ചു. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? ആര് കേൾക്കണം? എല്ലാരും കേൾക്കണം. വായിച്ചോ 49-ാമത്തെ സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം. ആരാ കേൾക്കേണ്ടത്? ഒരു ഏരിയയിലുള്ളവരും ഒരു വിഭാഗക്കാരും ഒരു സംഘടനക്കാരും ഒരു സമൂഹം മാത്രമല്ല കേൾക്കേണ്ടത്. ആരാ കേൾക്കേണ്ടത്? എഴുതിയിട്ടുണ്ട്, വായിര്. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. ഇത് കേൾക്കണം. മതി. സകല ജാതികളും ഇത് കേൾക്കണം. നമ്മൾ ചില ഇടങ്ങളിലൊക്കെ പറയാൻ പോകുമ്പോൾ, ഞാനും പോയിട്ടുണ്ട്,
പോകുമ്പോ ചോദിക്കും എന്നാ സുവിശേഷം? സുവിശേഷം ഇല്ലയോ? അങ്ങോട്ട് ചെല്ലും. നിങ്ങളുടെ ആൾക്കാരാണ്ട് അവിടെ ഉണ്ട്. ആരാ നിങ്ങളുടെ ആൾക്കാർ? ആണ്ട് പത്രോസും മർക്കോച്ചനും സാറാമ്മയും ചിന്നമ്മയും അവിടെ മേരി, ഏതാ ഒലിപ്പി മേരി, എന്നോട് ഒരാൾ പറഞ്ഞു ഒലിപ്പി മേരിയാണ്. ആളറിഞ്ഞ തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞോ നമ്മുടെ മേരി അത് തന്നെ. പിന്നെ എരുമമ്മേനെ എനിക്കറിയരുത്. എത്തക്കുടി ചിന്നമ്മ. അതാ പറയുന്നത് ഇവിടെ വേണ്ട, നിങ്ങളുടെ ആൾക്കാർ അവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ലാൻ. എന്നാലും നമ്മൾ ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവര് ചോദിക്കുക എന്നാ സുവിശേഷം, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാണ്ട് അങ്ങോട്ട് ചെല്ല്. അവിടെ ആരാ? അവിടെ പവാനി ശ്രീധരനും അബ്ദുള്ളയും റഹ്മാനും അങ്ങോട്ട് ചെല്ല്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടിട്ട് നാട്ടുക. അയ്യോ ഞാനൊരു കാര്യം പറയും, ഇതെല്ലാരും കേൾക്കണം. പവാനിയും കേൾക്കണം, ശ്രീധരനും കേൾക്കണം, പത്രോസും കേൾക്കണം, ചിന്നമ്മയും കേൾക്കണം, മേരിയും കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. ഒരു വിഭാഗക്കാര് മാത്രം കേട്ടാ പോരാ, സകല ജാതികളും കേൾക്കണം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു ജാതിയും മാർഗവും മരണമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ ആണെന്ന്. അപ്പോൾ ഇതെല്ലാവരും കേൾക്കണ്ട. അതിനെ എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കാൻ കൊള്ളാമെന്ന് ഇതേ ഉള്ളൂ നല്ലത്. ബാക്കി കാര്യമല്ല എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കാൻ പറ്റുന്നതല്ല. അപ്പനും അമ്മയും വല്യമ്മയും കൊച്ചുമക്കളും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന വാർത്തകളല്ലല്ലോ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നേ. ടി വി തന്നെ വെച്ചോണ്ടിരിക്കും. ഇപ്പൊ ടി വി അധികം എല്ലാം കയ്യിലുണ്ടല്ലോ. ഇടക്കാലത്ത് ടി വി വലിയ ടി വി വെക്കും. പഞ്ചായത്തിലൊക്കെ വെക്കുമായിരുന്നു. എല്ലാവർക്കും കൂടെ വന്ന് കാണാൻ, എല്ലാവർക്കും കൂടെ അങ്ങനെയുണ്ട്. വീടുകളിലും വെക്കുമ്പോൾ എല്ലാവരും കാണുക. അപ്പനും അമ്മയും വല്യമ്മ. എന്നാൽ ചിലത് വരുമ്പോൾ അമ്മ പറയും കടുക് മൂത്തുന്നില്ലെന്ന് തോന്നുന്നു, ഞാൻ പോവാന്ന്. കാരണം കാണാൻ കൊള്ളാത്ത കാര്യമാണ്. വല്യമ്മയും കൊച്ചുമക്കളും ഇരുന്ന് അല്ലെ അപ്പനും മക്കളും കൂടെ കാണാൻ പറ്റാത്ത പരസ്യങ്ങളും വാർത്തകളുമാണ്. ഒന്നേ കണ്ണടയ്ക്കും, ഇല്ലേ എഴുന്നേറ്റ് പോവും. കേൾക്കുന്ന വാർത്ത അങ്ങനെ നല്ല വാർത്തയല്ലല്ലോ. കേൾക്കുന്നതെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയല്ലേ. ചില പ്രായമുള്ളവർ വർത്താനം പറയുമ്പോൾ പിള്ളേരിക്കുമ്പോൾ പ്രായമുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടുണ്ട്, എന്തോ ആടാ മൂത്തവർ വർത്താനം പറയുന്നതിനെ കീഴെ പോ മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാവുന്ന ഒന്നും അല്ല പറയുന്നത്. അതാ പറയുന്നത് മൂത്തവർ വർത്താനം പറയുന്നത് കീഴെ പോ. മൂത്തവർ പറയുന്നതെല്ലാം ഇത്ര നാശമാണ്. എന്നാൽ ഈ വാർത്തകളുടെ പ്രത്യേകത മൂത്തവർക്കും കേൾക്കാം, കൊച്ചുങ്ങൾക്കും കേൾക്കാം, ഇടത്തരക്കാർക്കും കേൾക്കാം, ആർക്കും കേൾക്കാൻ പറ്റാവുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന നല്ല നമ്മുടെ ചെവിക്ക് ആനന്ദം കുളിർമ തരുന്ന കർണസുഖം തരുന്ന നല്ല വാർത്തയാണ് സുവിശേഷം. ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം, നല്ല വാർത്ത, അതാണ് സുവിശേഷം. ഇതെല്ലാവരും കേൾക്കണം. അത് കേൾപ്പിക്കാനായിട്ട് ഈ ദൈവദാസന് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരും ചുമല് കൊടുത്ത് എന്ന വലിയ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുസരിക്കുവോ അനുസരിക്കാതിരിക്കുവോ അവനവന്റെ ഇഷ്ടമാണ്. ഇതാരെയും നിർബന്ധിക്കത്തൊന്നും വലിയ സമ്മർദ്ദമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയും ഞാൻ നിർബന്ധിക്കത്തില്ല. അങ്ങനെ ഇത് നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട കാര്യമല്ല, തന്നെത്താൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ചില പറയാറുണ്ട് ഒന്ന് വന്ന് നോക്ക്, ഇരിക്ക്. ഞാൻ വിളിക്കുകയല്ല. ഇതാ നല്ല മാർഗം, നിനക്ക് ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. പക്ഷെ ഇത് പറയും, ഇതാണ് ഇത് നല്ല മാർഗമാ, അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആരും നിർബന്ധിക്കത്തില്ല. ബോർഡ് വെക്കോ ആരോ ഒക്കെ കൊടുത്ത് സൂക്ഷിക്കണം. ബോർഡ് എഴുതിയ ആള് വന്ന് കൈക്ക് പിടിക്കുവോ? അത് ബോർഡവൻ സൂക്ഷിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് നല്ല വാർത്തയാ സുവിശേഷം. എല്ലാവരും കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്ന വാർത്തയാ. മറ്റു വാർത്തകളൊന്നും നല്ല വാർത്തയൊന്നും അല്ല. ആണോ? അവിടെ ഒരു തള്ള എലന്തൂര് വെട്ടിക്കണ്ടിച്ചു. അത് ഹോമമല്ലല്ലോ, കുരുതി. ഇല്ല, അറിഞ്ഞില്ലയോ ഒന്നും? എന്തോ അവരുടെ പേര് ഞാൻ മറന്നു. എലന്തൂര്. ഈ നാശത്തിന്റെയൊക്കെ പേര് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. കുരുതി നടത്തുകയാണ്. സ്വന്തം നൊന്ത് പ്രസവിച്ച മക്കളെ ഉപേക്ഷിച്ചേച്ച് സ്നേഹിച്ച ഓട്ടോക്കാരന്റെ കൂടെ ഓട്ടോയിൽ കയറി പോയി ഒരുത്തി. നല്ല വാർത്തയാണോ? നിങ്ങൾക്ക് നല്ലതായിരിക്കും. 10 മാസം നൊന്ത് വൈദ്യ ചുമന്ന് നൊന്ത് പ്രസവിച്ച് ഒന്ന് പൊടിക്കൊച്ച അതിനെ ഇട്ടേച്ച് കൊച്ചുങ്ങൾ മൂത്ത കൊച്ചു കിടന്ന് കരയുക, മമ്മി പോകരുതെന്ന്. എന്നിട്ട് അവള് ഷാളിട്ട് മുഖം മറച്ചു അവന്റെ കൂടെ ഓട്ടോയിൽ പോയി. അങ്ങനെ ഉണ്ട്. നല്ല വാർത്തയാണോ? അല്ല.
ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് അടി ഉണ്ടാക്കുന്നത് നല്ല വാർത്തയാണോ? അല്ല. 5 സെന്റോ 10 സെന്റോ 20 ഉള്ളത് അത് കിട്ടാൻ വേണ്ടി മാതാപിതാക്കളെ അവൻ കൊല്ലുന്നത് വാർത്ത നല്ല വാർത്തയാണോ? അല്ല. ചേർന്ന് താമസിക്കുന്ന സഹോദരനുമായിട്ട് വെട്ടുകത്തി എടുത്ത് നിൽക്കുക, അതിന് തർക്കം നല്ല വാർത്തയാണോ? അല്ല. ഇവിടെ കേൾക്കുന്ന വാർത്ത മുഴുവൻ നമുക്ക് സ്വസ്ഥതക്കേടും സ്വൈര്യക്കേടും വാർത്തയാണ്. ഇതിന്റെ നടുവിൽ എന്റെ പ്രിയരെ നല്ല വാർത്തയാ സുവിശേഷം. ഇത് സമാധാനത്തിന്റെ വാർത്തയാ, അലോഗ്യം ഉണ്ടാക്കിക്കുന്ന വാർത്തയാ, അമ്മിത്തല്ല ഉണ്ടാക്കുന്ന വാർത്തയല്ല. അവന്റെ പെടലി എടുത്തോണ്ട് വാ വത്സ, ഞാൻ നിന്നിൽ സംപ്രീതനാകും. അതാണോ ഇത്? നീ അവന്റെ പെടലി കണ്ടിച്ചോണ്ട് വാ വത്സ. വത്സൻ അന്നേരം കൊടുവാളുമായിട്ട് ഇറങ്ങുക, മറ്റവന്റെ പെടലി മറ്റേ പുള്ളി നിൽക്കുക വത്സനെ അനുഗ്രഹിക്കാൻ. എന്നാ നിങ്ങളെല്ലാം പേടിച്ചിരിക്കുന്ന പോലെ? ഞാൻ കാര്യമാ പറയുന്നത്. ഇത് മറ്റൊരു തന്നെ പെടലി എടുക്കുന്ന മാർഗമല്ല, അവനെ കൊല്ലണമെന്ന് പറയുന്ന മാർഗമല്ല, അവനെ നശിപ്പിക്കണമെന്ന് പറയുന്ന മാർഗമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന മാർഗമാ. സമാധാനമില്ലാത്തവന് സമാധാനം ഉണ്ടാക്കുന്ന മാർഗമാ. ആശ്വാസമില്ലാത്തവന് ആശ്വാസം കൊടുക്കുന്ന മാർഗമാ. അതാ സുവിശേഷം. അറിയാവുന്ന പാട്ട, എല്ലാവരും ചുമ്മാ ഇരിക്കല്ലോ, പാട് എല്ലാവരും ചേർന്ന് പാടാം. ആശ്വാസം നൽകാത്തി പാനിലെ വാസത്ത ഉള്ളം നീറും ഉള്ളം നീറും ആശ്വാസം നൽകാത്തി പാരിലെ വാസത്ത ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവ ആശയേറുന്നേ. ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവ ആശയേറുന്നേ. നവയറൂശലേം പാർപ്പിടം തന്നിലെ സ്തോത്രം മതി. ഇങ്ങനെ പാടി ഓർക്കാതിരിക്കുന്ന നല്ലത് വാസം. പിന്നെ ഈ രാത്രി ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം എന്തിനാണ് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാനാ. അതിനാ സുവിശേഷം. ഏത് മനുഷ്യനെ രക്ഷിക്കുന്ന മാർഗം, എല്ലാവർക്കും രക്ഷ തരുന്ന മാർഗം, അതാ സുവിശേഷം. അപ്പം എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. ദൈവത്തിന്റെ മഹത്വം. ഈ സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ഗുണം ഒത്തിരി ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. ക്രിസ്തുവേശു ഭൂമിയിൽ ഭൂജാതനായി കന്യകാ സൂനുവായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ നടന്ന ഒരു പ്രത്യേക സംഭവമാണ് ആ 8-ാം വാക്യം മുതൽ എടുത്തിരിക്കുന്നത്. എല്ലാം വിവരിക്കാൻ നേരമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2-ന്റെ 8 അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. ചുറ്റിമിന്നി. ഈ വാക്യങ്ങൾ ചേർത്ത് പഠിച്ചാൽ യേശു ക്രിസ്തു അതാ സുവിശേഷം. ആ സുവിശേഷം ഭൂജാതനായി ജനിച്ചു, യേശു ജനിച്ചു. ആ സുവിശേഷം വന്നതുകൊണ്ട് എന്തോ സംഭവിച്ചു കാര്യം അവിടെ പറയാൻ ഒറ്റ വാക്ക് പറഞ്ഞ ഇരുട്ട് മാറി. കാരണം ഇത് രാത്രി നടക്കുന്ന സംഭവമാണ്. രാത്രിയില് ആ രാത്രിയിൽ തേജസ് ചുറ്റിമിന്നി. അപ്പൊ ഇരുട്ട് മാറി. എന്റെ പ്രിയരെ, സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. ജീവിതത്തിന്റെ ഇരുട്ട്, കുടുംബത്തിന്റെ ഇരുട്ട്, ദേശത്തിന്റെ ഇരുട്ട്, രാജ്യങ്ങളുടെ ഇരുട്ട്, രാഷ്ട്രങ്ങളുടെ ഇരുട്ട്, അന്ധകാരത്തെ തുടച്ചു മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഇത് പറയുമ്പോ ചില കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. അന്ധകാരം, ഇരുട്ട്. നമ്മുടെ ഈ സംസ്ഥാനത്തിലുമൊക്കെ ഒരു കാലത്ത് ഇരുട്ടായിരുന്നു. ഇപ്പോഴും അത്ര പൂർണ്ണമായിട്ട് മാറിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി പൂർണ്ണമായിട്ട് മാറുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഇരുട്ട് മാറ്റും. ഒരു കാലത്ത് ഇവിടെ ഇരുട്ടായിരുന്നു. അതെന്നാ? അത് ഞാൻ 1-2 കാര്യം പറയാം. ഇരുട്ട്
ഒരു 100-150 കൊല്ലം പുറകോട്ട് നോക്കിയ ഇരുട്ട്, കുറച്ചൊക്കെ വ്യത്യാസം വന്നു. അതെന്താ ഇരുട്ട്? ഇവിടെ ജാതിക്കോമരങ്ങൾ കലിതുള്ളി നിന്നൊരു കാലം ഉണ്ടായിരുന്നു. സാധുക്കളായ ആൾക്കാർക്ക് വഴി നടക്കാനൊക്കത്തില്ല, മെയിൻ റോഡെ നടക്കാനൊക്കത്തില്ല. എന്തിനാ ഒത്തിരി ദൂരോട്ട് വന്ന് വൈക്കം വരെ എന്നാ മതിയല്ലോ. ഇപ്പോഴല്ലയോ അതിലേതിലെല്ലാം കയറി ആൾക്കാർ നടക്കുന്നത്. നേരത്തെ അതിലെ നടക്കായിരുന്നു അമ്മേ. ഓ, ഈ അമ്മ ഉറങ്ങാന്നോ? ഒരു 100 കൊല്ലം മുമ്പേ വൈക്കത്തമ്പലത്തിന്റെ സൈഡിൽ കൂടെ എല്ലാവർക്കും നടക്കാൻ പറ്റുമോന്ന് ഉമ്മ വന്നിരിക്കുക നിങ്ങളല്ലേ. അഷ്ടമി തൊഴാന്നും പറഞ്ഞ് അടച്ചു നിന്നാൽ നല്ല തൊഴി കിട്ടും. തൊഴി കിട്ടും. ഇപ്പോഴല്ല, 100 കൊല്ലം മുമ്പ് കയറാനൊക്കത്തില്ല, ഇതിലെ വഴി നടക്കാനൊക്കത്തില്ല. മനസ്സിലായോ? എൻ്റെ അച്ചാച്ചൻ്റെ പെങ്ങളെ ഇവിടെ കെട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് കാര്യം അറിയാം. പുള്ളിക്കാരിയും പറഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ ചാലപ്പറമ്പിലെ രമണി, ഭർത്താവിൻ്റെ പേര് നാരായണൻ, മരിച്ചുപോയി. ചിലപ്പോൾ ഞാൻ യോഗം കഴിഞ്ഞതിൽ നിന്ന് പോയിച്ചേ പോവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, എല്ലാവർക്കും വന്ന് ഈ വഴി കൂടെ നടക്കാൻ ഒക്കത്തില്ല. റോഡ് പട്ടിക്കും പന്നിക്കും വഴി കൂടെ നടക്കാൻ, മനുഷ്യന് നടക്കാൻ മേല. ഇരുട്ടാ, അന്ധകാരം. അങ്ങനത്തെ സാഹചര്യമായിരുന്നു കേരളത്തിലും. ഇത്ര അടി അകലം. അവരെ പൂണൂലിട്ടവര് വരും. അവർ വരുമ്പോൾ ശബ്ദമൊക്കെ ഹോയ് ഹോയ് എന്ന് ശബ്ദം ഉണ്ടാക്കും. അപ്പം പാവത്തുങ്ങളെല്ലാം ഓടിക്കണം. നായർ ഇത്രയടി, ഈഴവർ ഇത്രയടി, പുലയർ ഇത്രയടി, പറയർ ഇത്രയടി, പിന്നെ ഓരോ ജാതിയും അത്ര അടി മാറിക്കണം. ആ അടി മാറി എന്നില്ലേ വേറെ അടി. ആണെന്ന് ഇതുപോലെ അന്ധകാരം പിടിച്ചൊരു കാലം, ഐത്തമുള്ള കാലം. തമ്പുരാക്കന്മാരുടെ വീട്ടിലൊന്നും ചെന്ന് കയറാനൊക്കത്തില്ല, മുറ്റത്ത് പോലും കയറ്റുകയില്ല. മാത്രമാണോ, അഥവാ ഭക്ഷണം കൊടുക്കുക കേട്ടിട്ടുണ്ട്, കൊടുക്കുകയാണെങ്കിൽ മുറ്റത്ത് ദൂരെ കുഴി കുത്തി ഇല കൂട്ടി വെക്കും, അതിനകത്തൊക്കെയാ കൊടുക്കുന്നത്. അവിടെ ചെന്ന് കയറാനൊക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. പള്ളിക്കൂടത്തില് നിങ്ങൾക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എല്ലാ കാര്യവും ഞാൻ വിശദീകരിക്കുന്നില്ല, സുവിശേഷ യോഗമായതുകൊണ്ട്. പണ്ട് ഒരു പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടുവന്നിരുത്തി. ഇവിടെ അല്ല, തിരുവനന്തപുരത്ത്. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നാ. പഞ്ചമി, നിങ്ങൾ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പള്ളിക്കൂടത്തിൽ ഇരുത്തിയപ്പോൾ അന്നത്തെ മേലാളന്മാര്, തമ്പുരാക്കന്മാര് പള്ളിക്കൂടത്തിന് തീ വെച്ചു. തീ വെച്ച വിദ്വാന്മാരാ. ഇതിന് സമാന സംഭവം ആ കുമ്പനാടിനപ്പുറം പുല്ലാടുണ്ടായത്, പൂവത്തൂരിനടുത്ത് പുല്ലാട്. അവിടെ തേവൻ എന്ന് പറയുന്ന ഒരു പയ്യനെ സ്കൂളിൽ കൊണ്ടിരുത്തി. തേവൻ അന്നും പള്ളിക്കൂടത്തിന് തീ വെച്ചു. പക്ഷേ പ്രഗത്ഭനായ ഒരാളുണ്ടായിരുന്നു, സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്. അനേകം ഈ പയ്യനെ ചേർത്തണച്ചു, വേണ്ട ഒത്താശകൾ കൊടുത്ത് വിദ്യയാക്കി അഭ്യസിക്കുവാൻ സാവകാശമൊരുക്കി. ആ പയ്യൻ പിന്നീട് പ്രസിദ്ധനായി. അദ്ദേഹത്തിന്റെ പേര് കേശവശാസ്ത്രി. ശാസ്ത്രി പട്ടമൊക്കെ എടുത്തതാ. ഇതൊക്കെ ചരിത്രമായ സത്യമായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ പള്ളിക്കൂടത്തിന് തീ വെച്ച കാലം. പള്ളിക്കൂടത്ത് കയറ്റുകയല്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല, പള്ളിക്കൂടത്ത് ഇരുത്തുകയല്ല. ഞങ്ങൾക്കൊരു അമ്മയുണ്ട്, ഇപ്പോഴും ഉണ്ട്, യാതൊന്നില്ല. അമ്മ എന്നോട് പറഞ്ഞ 1ാം ക്ലാസ്സിലേ പഠിച്ചോളന്ന്. ഞാൻ ചോദിച്ചു പിന്നെന്നാ? ഓ, ഞാൻ സാറിനെ അടിച്ചേച്ചിറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സാറിനെ തല്ലു? എന്നെ തല്ലാൻ കാര്യം അമ്മ എന്നോട് പറഞ്ഞതാ. അവിടെ നിന്നൊരു പൂ പറിച്ചു. കുഞ്ഞുങ്ങളല്ലേ, അന്നത്തെ കാലമാ. ഒരു പൂ പറിച്ചപ്പോ സാറിന് ഇഷ്ടപ്പെട്ടില്ല. സാറ് പൂണൂലിട്ട ആളാ, അത് ഇഷ്ടപ്പെട്ടില്ല. കൂടെ പഠിച്ച പിള്ളേരെ വിളിച്ചേച്ച് ഈ അമ്മയെ ബെഞ്ചേ കയറ്റി നിർത്തിയേച്ച് മറ്റവനോട് പറഞ്ഞു അടിക്കടാന്ന്. ഒരു പൂ പറിച്ചേനെ, പൂ പറിച്ചത് തെറ്റ്. അഥവാ ഒരു പൂ പറിച്ചാൽ ഇനി ശിക്ഷയ്ക്ക് ഒരടി കൊടുക്കാം. പക്ഷെ സാറ് വേറെ വെച്ചിരത്തിലാണ് അടിച്ചത്. ഏതാ തെളിച്ച് പറയണോ? ഇത്രയും തെളിച്ചാ പോരെ? മതി, അത് ബോധമുള്ളവർക്ക് മനസ്സിലാകും. അപ്പൊ ഓരോ അടി അമ്മയ്ക്കിട്ട് അടിക്കുക. അപ്പൊ അടിക്കുമ്പോ മറ്റേ പയ്യനെ അടിക്കുന്നേ, അത് സാറിന്റെ അടുത്ത ആളാ. അടിക്കടാന്ന് പറയും. അവൻ അടിക്കുമ്പോ സാർ ഇപ്പറന്ന് അടിക്കടാ, ഓരോ അടിക്കും. അപ്പൊ എന്നോട് അമ്മ പറഞ്ഞതാ, 14ാമത്തെ അടി വന്നപ്പോൾ കാലുമടക്കി അവന്റെ മോന്തയ്ക്ക് അടിക്കേച്ച് ഇറങ്ങി വന്ന് സാറിനിട്ട് ഇടിയും മോന്തയ്ക്ക് കൊടുത്ത് ഞാനിഞ്ഞ്. ഇപ്പോഴും ഉണ്ട് അമ്മ. ഈയിടെ ഞാൻ പോയി കണ്ടു. തള്ളടക്ക് ഇപ്പൊ ചെന്നാലും നല്ല പെരുക്ക് കിട്ടും. അവന്റെ പരുവത്തിനെ പോയിരിക്കുള്ളൂ, ഇച്ചിരി അകന്നേ ഇരിക്കുള്ളൂ. എന്നെ അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നേ. ഇത് ഇങ്ങനെയൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കുന്നില്ല. സംസ്കൃതം ദേവഭാഷ. ഇത് അധകൃതൻ ഉച്ചരിക്കരുത്, നാക്ക് പിടിതെടുക്കും. കേൾക്കരുത്, ചെവിക്കാൽ തീയ ഒരുക്കി ഒഴിക്കും.
മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ, അന്ധകാരം, ഇരുട്ട്. പാടത്തെ പണിയെടുത്താൽ കൂലി ചോദിക്കാനൊക്കത്തില്ല, തന്നാ മേടിക്കാം. അന്നൊക്കെ കൂലിയാൻ കണക്കായി. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, എൻ്റെ അപ്പൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അപ്പനും അമ്മയും മരിച്ചു, അമ്മച്ചി ഉണ്ട്, വല്യമ്മച്ചി 107 വയസ്സ്, ഇപ്പൊ 107. നിങ്ങൾ ഓർക്കുന്ന തള്ള എവിടെ കണ്ട് തളർന്നു കിടക്കാതെ പയർ പോലെ നിൽക്കുന്നു, ബോധക്കേടുമില്ല, നല്ല ഓർമ്മയാ. അപ്പൊ അമ്മ പഴയ കാര്യമൊക്കെ എനിക്ക് പറഞ്ഞു തരും, പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. പാടത്ത് പണിയെടുക്കണം, അന്നൊക്കെ പാടി പണിയെടുക്കുമെന്ന. പാടത്ത് പാടിക്കൊണ്ട തലപ്പാട്ടാ, പാടി പണിയെടുക്കും. തലപ്പാട്ടുകാർക്ക് രണ്ട് കൂലിയാ. അന്നൊക്കെ കൂലിയാൻ കണക്കിനാ കൊടുക്കുന്നത്. പഴയ ആൾക്കാർക്ക് അറിയാം കൂലിയ. അച്ഛൻ അറിയത്തില്ല അച്ഛാ കൂലിയ. ആ ചിലപ്പോ നെല്ലാ കൊടുക്കുന്നത്, നെല്ലാ കൊടുക്കുന്നത്. അത് സന്ധ്യക്കേ കിട്ടുവുള്ളൂ, സന്ധ്യ വരെ പാടി പണിയെടുക്കണ്ടേ. സന്ധ്യക്കാർക്ക് ആ നെല്ല് വരമ്പത്ത് തരും, അത് മേടിച്ചോണ്ട് ഒന്നൊക്കെ ഈ ഇട്ടിരിക്കുന്ന ഉത്തരീയമോ അല്ലെങ്കിൽ തോർത്തിനകത്തായിരിക്കും, അല്ലെ കൊട്ടയോ വട്ടിയോ വല്ലതും കാണും, തലവട്ടി അല്ലെ പുട്ടല്. ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കാർക്കും പുട്ടല് കിട്ടല്ലെന്നൊന്നും പറഞ്ഞ പുട്ടലെന്നാന്ന് മനസ്സിലായോ? ആ പിന്നെ മുട്ടലെന്നാന്നറിയാം, കാരണം ശ്വാസം മുട്ടല്, പുട്ടലറിയാൻ മേലേലും. അപ്പൊ അതാണ് ആ കൂലിയാൻ നെല്ല് കൊടുക്കും. അത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വരുമ്പോ സന്ധ്യ കഴിയും, ഇരുട്ടും. കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരിക്കുക, അച്ഛയ്ക്ക് വകയില്ല. അത് കൊണ്ടുവന്ന പഴയ അമ്മ അത് വറുത്തു കുത്തും. ഒടലും ഒലക്കെ ഉണ്ട്, ഒലക്ക പോലും ഈ കൊച്ചുങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ആ കൂടെ കണ്ട തള്ള അപ്പനെ തല്ലാനായിട്ട് രാത്രി കുത്തും, മറത്ത് കുത്തി പേറ്റി പറക്കി കഞ്ഞി വെക്കും. കഞ്ഞി വെച്ച് കൂട്ടാനൊന്നും കാണുകയല്ല ചിലപ്പോ എല്ലാ വീട്ടിലും. ആ മുളക് അടുപ്പയിലിട്ട് ചുട്ട അടച്ചോറ്റി പലകെ വെച്ചൊന്ന് തവിയും പഴയ ചിരട്ട തവിയാ, കണ്ണൻ ചിരട്ട, അതുകൊണ്ടൊന്ന് ഉടച്ച് വെളിച്ചെണ്ണയൊന്നും കാണുകയല്ല. ആ ചൂട് കഴിഞ്ഞ അപ്പൊ കൊച്ചുങ്ങള് 1-2 എണ്ണമൊക്കെ കിടന്ന് ഉറങ്ങും, ചിലപ്പോ തല്ലി വിളിച്ചെഴുതി. അങ്ങനത്തെ ഉള്ള കാലമുണ്ടെന്ന് ഇതൊക്കെ ചിന്തിക്കണ്ടേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് വന്ന തള്ളമാരെ പോലെ ആയിരിക്കുന്നത്. ഇരിപ്പ് അഹങ്കാരത്തിനൊന്നും കുറവില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെയാ. അങ്ങനെ ജോലി ചെയ്താൽ കൂലി ചോദിച്ച് ചെല്ലാനും ഒക്കത്തില്ല. പഴയ ഒരു പാട്ടുണ്ട്, വല്യമ്മച്ചി പാടി കേട്ടിട്ടുള്ളതാ, ചിലർക്കറിയാം. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുമതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുമതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. അങ്ങനത്തെ ഒരു കാലം, ഇരുണ്ട കാലം, അന്ധകാരം. മാത്രമാണോ ആശുപത്രി കയറ്റുകയല്ല. സർക്കാർ ആശുപത്രിയിൽ എല്ലാവർക്കും ഒന്നും കയറി ചെല്ലാൻ ഒക്കത്തില്ല. ഇപ്പോഴല്ല, പണ്ട് അയിത്തം. അന്ന് ആശുപത്രിയിലെ ഡോക്ടർമാര് വരും, അപ്പോത്തിക്കിരി നല്ല നല്ല ആൾക്കാരെ അടുത്തിരുത്തി പരിശോധിപ്പിക്കും. നല്ല നല്ല ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുടുംബക്കാരും വിദ്യാനുപണന്മാരും കണ്ടാ കൊള്ളാവെന്ന് സമൂഹം വിലയിരുത്തുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ അടുത്തിരുത്തി കുടലിൽ വെച്ച് പരിശോധിക്കും. വലിച്ചു വിട്ടാട്ടെ അങ്ങനെയാണല്ലോ. തിരിഞ്ഞിരുന്നാട്ടെ, വാ പൊളിച്ചാട്ടെ, കണ്ടൊന്ന് കാണിച്ചാട്ടെ. അതൊക്കെ നല്ല ആൾക്കാരെ. മറ്റുള്ളവരെ കൊള്ളുകയല്ലെന്ന് പറയുന്ന ആൾക്കാർ അടുത്തോട്ട് വരുത്തുകയല്ല, ദൂരെ നിർത്തും. ദൂരെ ഇങ്ങനെ നോക്കും. അടുത്ത് തന്നെ അയിത്തമല്ലേ, തൊടാനൊക്കത്തില്ല. ദൂരെ ഒന്ന് നോക്കി വെച്ച് പിന്നെ എല്ലാവർക്കും കൂടെ ഒരേ മരുന്നാ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൊച്ചില് വലിയ അണ്ടാവിനകത്ത് കലക്കി വെച്ചിട്ട് വരുന്നവർക്കെല്ലാം കുപ്പി കണക്കിനാ. പഴയ തള്ളമാര് മണ്ണെണ്ണ കുപ്പിയായിട്ടാ പോകുന്നത്, വലിയ തുടക്കമുള്ള കുപ്പി നിറച്ചൊഴിച്ചു കൊടുത്തു. വലിയ സന്തോഷമാണ്. അതിനോട്ട് നിനക്ക് എത്ര കിട്ടിയെന്നാ, എനിക്കൊരു കുപ്പി. കേട്ടോ, അവിടെ മുതൽ അങ്ങ് കുടിക്കുക. ആണെന്ന് ഞാൻ തമാശ പറഞ്ഞതല്ല. ഗുളികയെല്ലാം മാരി കൊടുക്കുക. എത്ര ഗുളിക ഉണ്ടടി ചിന്നമ്മേ? എനിക്ക് 10-15 എണ്ണം. ഉള്ളതാട്ട്. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന മരുന്നും ഒക്കെ ഉണ്ട്. അത് മറു സൈഡിൽ കൂടെ വിൽക്കും. ഇവർക്ക് കൊടുക്കത്തില്ല സാധുക്കൾക്ക്. അന്നേരം ഞങ്ങളുടെ ഒരു അച്ചായൻ ഒരു പാട്ട് എഴുതി, ഇങ്ങനത്തുള്ള അച്ചായനാ. പുള്ളി ഇതെല്ലാം കൂടെ കണ്ട് സങ്കടവും അരിശവും വൈരാഗ്യവും എല്ലാം കൂടെ ചേർത്ത് പുള്ളി ഒരു പാട്ടെഴുതി. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർക്കെടുത്തിടുന്നു. അതൊന്ന് വായിച്ചതാ. അതല്ല, നല്ല നല്ല മരുന്നുകൾ
മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാഴ്ചവർക്ക് എടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികളിൽ വിധമായാൽ സാധുജനങ്ങൾക്ക് എന്തു ഗതി വരും? ആകുലം തീർപ്പാൻ എന്തു വഴി? അപ്പൊ ഈ നല്ല നല്ല ആൾക്കാരെ കണ്ടാൽ അടുത്തിരുത്തി പരിശോധിക്കും, മരുന്നൊക്കെ കൊടുക്കും. പാവത്തുകൾ എന്ന പരിശോധനയില്ല. വേറൊരു വരി ഉണ്ടെന്ന് പാടി ആലോക്യം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, അങ്ങ് അടങ്ങുക. പാടണോ? തല്ലുകൊള്ളുക എല്ലാവരുടെ വീതിച്ച് മടിച്ചോണം, ഞാൻ തന്നെ കൊള്ളുകയല്ല. പാടണ്ടെന്നോ? പുള്ളിക്ക് പേടിയ. ഒരു വരി പാടാം, മൊത്തം വേണ്ട. പാടട്ടെ അച്ഛാ? അച്ഛാൻ ഏറ്റല്ലോ? അത് മതി. അച്ഛാൻ ഏറ്റെങ്കിൽ പിന്നെ കാര്യം റെഡിയാ. അതിന് വായിക്കണ്ട. നല്ല നല്ല മരുന്നുകൾ മെല്ലെ കരത്തിലാക്കി ചില്ലയില്ല കാഴ്ചവർക്ക് എടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതി വെറും? ആകുലം തീർപ്പാൻ എന്തു പതി? കെട്ടുപ്രായം തികയാത്ത തരുണിമാർ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും, പരിശോധിക്കും. മനസ്സിലായല്ലോ? അത്ര മതി. ആദ്യം പാടുന്നില്ല, വെറുതെ എന്തിനാ? അതൊരു പ്രത്യേക പരിശോധനയാ. ഇന്നും അങ്ങനെ പരിശോധിക്കുന്ന ആൾക്കാർ. പിന്നെ അപ്പൊ പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, വഴി നടക്കാനൊക്കത്തില്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല, അമ്മമാർക്ക് മാറ് പറയ്ക്കാനൊക്കത്തില്ല. പഴയ അമ്മമാര് അതെ മാറ് ഒക്കത്തില്ല. മാത്രമാണോ അവയവങ്ങൾക്ക് കരം കൊടുക്കണം. പണ്ടൊരമ്മയ്ക്ക് അവയവത്തിന് കരം കൊടുക്കാൻ ഒക്കാലം വന്നപ്പോ അവയവം ചെത്തി കൊടുത്താണ് കൊണ്ടുപോകാൻ പറഞ്ഞു. താൻ എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ. ചിരിച്ചു കളയരുത്, നടന്ന സംഭവമാ. ആ ദേശത്തിന് ഇപ്പോഴും അവയവത്തിന്റെ പേര് പറഞ്ഞ ആ ദേശത്തിന്റെ പേര്. മനസ്സിലായോ? ഇങ്ങനത്തെ അന്ധകാരം പിടിച്ചൊരു കാലം. ദൈവത്തിന് മഹത്വം. ഇതുപോലെ വെള്ളത്തുണി ഒന്നും കൊടുത്തോണ്ട് എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല. അതായത് ഈ അമ്മയൊക്കെ നല്ല വൃത്തിയായിട്ട് വെള്ളത്തുണി, അമ്മയുടെ വല്യമ്മയുടെ അമ്മയ്ക്കൊന്നും ഇതൊന്നും ഒക്കത്തില്ല. എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഇങ്ങനെ വെള്ളത്തുണി കൊടുത്തോണ്ടൊന്നും വൈക്കത്തമ്പലത്തിന്റെ സൈഡിൽ കൂടെ പോകാൻ ഒക്കുകയല്ല. അമ്മേരെ കുളത്തിൽ തള്ളിയിട്ടേനും ആണെന്ന് വടയാട് കൂടെ പോകാൻ ഒക്കുവോ അമ്മേ? ആറ്റിക്കളഞ്ഞാനും. ഇതുപോലെ വെള്ളത്തുണി ഇട്ടുകൊണ്ട് എൻ്റെ വല്യപ്പൻ്റെ അപ്പനെ 100 കൊല്ലം മുമ്പ് അന്തസ്സായിട്ട് നടക്കാൻ ഒക്കത്തില്ലെന്നായി പറഞ്ഞത്. അഥവാ വെള്ളത്തുണി ഇടണമെങ്കിൽ കരി വാരി തേച്ച് കറുപ്പിച്ച കരിയോ ചെളിയോ തേച്ചു വേണം കൊടുക്കാൻ. ഇപ്പൊ തന്നെ ഞാൻ ഇഷ്ടം പോലെ വെള്ളത്തുണി അതിന്റെ എല്ലാം കേട് തീർത്താ നടക്കുന്നത്. ഇതുകൊണ്ടൊരു 2-3 മീറ്റർ, ഇതുകൊണ്ടൊരു 2-3 മീറ്റർ. ഇവനെല്ലാം ചെയ്യാത്തതിന്റെ ഞാൻ കുറച്ചുകൂടെ തുണി മേടിക്കാൻ ഇരിക്കുക. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത കാലം ഈ ദേശത്തുണ്ടായിരുന്നെന്ന്. ബാക്കി ചരിത്രത്തിലോട്ടൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. തമ്പുരാക്കന്മാർക്ക് പണിയെടുത്ത് കൊടുക്കണം. മാത്രമല്ല പണിയെടുത്താൽ മതി, നിങ്ങളെല്ലാം ചുവന്നുകൊണ്ട് കിടക്കണം. എന്നാ പറയുന്നത്? ചുവന്നുകൊണ്ട് പല്ലക്കാന്നല്ല, വേറെ മഞ്ചല് 2 ഉണ്ട്. മഞ്ചല് ഒടുങ്ങി പോകുന്നതും. സ്തോത്രം. വല്ലാത്ത കാലമാണ്. പണ്ട് നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്തേ. പണ്ട് നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്നേ. പഴയ പാട്ടാ, അതിന് കയ്യിരിക്കൊന്നും വേണ്ട, വേറെ പാട്ടാ. എല്ലാത്തിനും കയറി അടിക്കണ്ട. താളമുള്ളതാ. ഇവരോട് അച്ഛാ പറഞ്ഞു. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാ. പണ്ട് നാടുവാടി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. അതെല്ലാം അങ്ങ് തിന്നേച്ചിങ്ങനെ കിടക്ക, അതിനെ ചുമന്നുകൊണ്ട് പോവുക. മനസ്സിലായോ?
ഇങ്ങനത്തെ വല്ലാത്തൊരു കാലം. കൂലി കൊടുക്കത്തില്ല, ചോദിച്ച് ചെല്ലാനൊക്കത്തില്ല, ഭക്ഷണം കൊടുക്കത്തില്ല. ഒറ്റവാക്കി പറഞ്ഞ ഭാഗം അങ്ങ് വിടാം. ഇതിനെല്ലാം മാറ്റം വരുത്താൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ചരിത്രം പഠിക്കുന്നവർക്കും എന്റെ ഭാഷ പറഞ്ഞ ഇതിനകത്ത് ആളതാമസം ഉള്ളവരോട് ചോദിച്ച കാര്യം പറഞ്ഞു തരും. ഇതിനെല്ലാം മുഖാന്തരം വന്നത് സുവിശേഷം വന്നതാ. സ്തോത്രം. അക്ഷരം പഠിപ്പിച്ചു. ഒരു സായിപ്പ് യാത്ര ചെയ്തു പോയപ്പോൾ കണ്ടത്തിൽ ഒരു കന്നിനെ മനുഷ്യനെയും കൂടെ വെച്ച് ഉഴുന്നു. ഒരു വശത്തെ കന്ന്, ഇപ്പറേ മനുഷ്യൻ. അതൊക്കെ സായിപ്പുമാരുള്ള കാലമാണ്. സായിപ്പ് നോക്കിയപ്പോൾ മുഖത്തിന്റെ ഒരു വശത്ത് കാള, കന്ന്, അപ്പറേ മനുഷ്യൻ. വണ്ടി നിർത്താൻ പറഞ്ഞു. നടന്ന സംഭവമാണ്. വൃത്തി കൂടെയുള്ളവരോട് പറഞ്ഞു ആ മനുഷ്യനെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാൻ. മുതലാളിയും മൂപ്പനും ഒക്കെ നിൽപ്പുണ്ട്. ഒന്നും മിണ്ടാനൊക്കത്തില്ല. സായിപ്പന്റെ ഈ തോക്കുണ്ട്. ഇനി അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ മുളവടി കറക്കിയാലൊന്നും സായിപ്പൻ്റെ കേൾക്കുകയല്ല. അതിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ സായിപ്പ് ഒരു മിഷണറിയായിരുന്നു. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ മനസ്സിലും ഉണ്ടായി. മാടോട് ചേർത്ത് മനുഷ്യനെ വെച്ച് കണ്ട ഒഴുക. നീ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചോണ്ട് വന്നു. സായിപ്പ് വണ്ടിയെ കയറ്റി അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. ആദ്യം കുളിപ്പിച്ചു, പിന്നെ അവനെ ഭക്ഷണം കൊടുത്തു. 3 അവനെ അക്ഷരം പഠിപ്പിച്ചു. അക്ഷരം പഠിപ്പിച്ച് അക്ഷരം അറിയത്തില്ലല്ലോ. അതുകൊണ്ടല്ലയോ ആശാൻ പണ്ട് ഒരു വരി എഴുതി, അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരം അറിയാൻ മേലാത്തോണ്ടാ. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. എഴുത്തും വായനയെ അറിയത്തില്ല. അതുകൊണ്ട് യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്നും പറഞ്ഞിരിക്കുക. ഈ മനുഷ്യനെ അക്ഷരം പഠിപ്പിച്ചപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായി. വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ വായിക്കാൻ പഠിച്ചു. വായിക്കാൻ പഠിച്ചപ്പോൾ ഈ പുസ്തകവും വായിച്ചു. വായിച്ചപ്പോൾ എഴുതിയിരിക്കുക ആദിയിൽ ദൈവം. അപ്പൊ ചാത്തന് പിടികിട്ടി, എടാ യക്ഷിയും പേയും ഒന്നും ദൈവമല്ല, ജീവനുള്ളൊരു ദൈവമുണ്ട്. വിവരം ഉണ്ടായി. വിവരം ഉണ്ടാക്കുന്ന മാർഗമാ സുവിശേഷം. അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിക്കുന്നതും മാന്യമായിട്ട് സമൂഹത്തിൽ ഇടപെടാൻ, വിദ്യാഭ്യസിക്കുവാൻ, നേരും ചൊവ്വനും വസ്ത്രം ധരിക്കാനൊക്കെ പഠിപ്പിച്ച മാർഗം സുവിശേഷമാണ്. സുവിശേഷം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനൊന്നും അല്ല അല്ലേലിയാ പറയണ്ടേ. പിന്നെ ഈ രാത്രി ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. നിങ്ങളോടും കൂടെ ഇങ്ങനൊന്നും അല്ല പറയണ്ടേ. എന്നാലും വന്ന് ഇരിക്കുന്നല്ലോ, മുണ്ടിയിരിക്കും പോലെ നമുക്കെല്ലാം നിരന്നിരിക്കാനൊത്തല്ലോ. സുവിശേഷം വന്നതാ ഇതിന്റെ എല്ലാം മാറ്റം വന്നത്. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ. മാന്യമായിട്ട് ജീവിക്കുവാൻ, 2 അക്ഷരം കൂട്ടി വായിക്കാനൊക്കെ ഞാൻ പറയാറുണ്ട്. ഞങ്ങളുടെ അമ്മമാരൊക്കെ പള്ളിക്കൂടത്തിൽ പോയ അമ്മ പോലും അല്ല മിക്കതും. എന്നാൽ ഇരുന്ന് പറയുക ഇംഗ്ലീഷ് ഗ്ലോറി കേക്ക. അത് എഴുതി ഇതാ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയാമല്ലെന്ന് പറയാം. എന്നാലും വെച്ച് കീച്ചുക ഗ്ലോറി. എന്നാലും അപ്പുറത്തിരിക്കുന്ന അമ്മ വിക്ടറി. 2 ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. മാന്യമായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയരെ, എവിടെയും ഉയർത്താൻ പറ്റുന്നത് ആ സുവിശേഷം. ഇത് ചെന്നിടത്തെല്ലാം അനുഗ്രഹമാണ്. ഇത് ആമ ചെന്ന് കയറിയ വീടിന്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. വ്യക്തികൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഉണ്ട്. ഞങ്ങളുടെ ഒരു അച്ചാനുണ്ടായിരുന്ന കട്ടകുത്തായിരുന്നു. കട്ടകുത്ത് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. കട്ടകുത്ത് വലിയ പാരയ്ക്ക് ചെടി എന്നല്ലേ അച്ചാ പറയുന്നത്. കട്ട ചേടി, പഴയ ഭാഷയാ. പുള്ളി രക്ഷിക്കപ്പെട്ടു. ദൈവകൃപ വന്നപ്പോ പിന്നെ സുവിശേഷമൊക്കെ. കട്ടകുത്തുന്നതിന്റെ വസ്ത്രധാരണം ഒന്നും ഞാൻ പറയണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട. അതാ നല്ലത്. അമ്മ ഞാൻ പറഞ്ഞു അത് തന്നെ. അമ്മയ്ക്കും ഒക്കെ ഇതറിയാം. പക്ഷേ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവകൃപ വന്നു കഴിഞ്ഞപ്പോൾ മട്ടങ്ങ് മാറി. അത് പിന്നെ ഞാൻ കണ്ടപ്പോ പാൻറ്റുമൊക്കെ ടീം ചെയ്തു അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പഴയ ഫോട്ടോ ഇത് 2 ഒന്നിച്ച് വെക്കുന്ന നല്ലതാ. പണ്ട് വള്ളത്തെ കട്ട കുത്തി അങ്ങോട്ടിട്ടപ്പം നിന്ന ഫോട്ടോയും നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? എന്തിനാ ഞാൻ അധികം പറയുന്നേ? നിനക്ക് വീറും വൃത്തിയായിട്ട് ജീവിക്കാനും നടക്കാനും മാന്യമായിട്ട് ഇടപെടാനൊക്കെ പഠിപ്പിച്ച മാർഗമാ സുവിശേഷം. 2 അക്ഷരം കൂട്ടി വായിപ്പാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാ. അന്തസ്സായിട്ട് ജീവിക്കുവാൻ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാ. എവിടെയും ഉയർത്തുവാൻ പറ്റുന്ന മാർഗമാണ് സുവിശേഷം.
എന്ത് കഷ്ടപ്പെട്ട് വലിയ വലിയ ആൾക്കാർക്ക് എന്തെല്ലാം ഒപ്പിച്ചു കൊടുത്തു. പണ്ടൊരു പാട്ടുണ്ട്, ഞാനൊരു അല്പം തെറ്റിച്ച് പാടും, തെറ്റിച്ചേ പാടാൻ പറ്റുള്ളൂ. അയന വെച്ചാൽ സുവിശേഷ യോഗം ആയതുകൊണ്ടാണ്. വേറെ യോഗമാണെന്നെങ്കിൽ തെറ്റിക്കുകയില്ല, അങ്ങനെ തന്നെ പാടിയാണ്. അപ്പം ഞാൻ ഈ പാട്ട് പാടുമ്പോൾ പഴയ അമ്മമാരിപ്പം പറയും, ഉപദേശി അത് തെറ്റിച്ചാന്നല്ലോ പാടിയത്. അതെ, മനഃപൂർവ്വമാണ്. അറിയാവുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം. അത് കേശവശാസ്ത്രി എഴുതിയ ഒരു 7 സർഗമുണ്ട്. അതിലൊരു സർഗത്തിനകത്ത് ഒരു വരിയുണ്ട്, എൻ്റെ വല്യമ്മച്ചി പാടി കേട്ടിട്ടുള്ളതാണ്. ഞാനൊരല്പം വ്യത്യാസപ്പെടുത്തി ആ പാടുന്നത് കേട്ടോ. സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സൗധങ്ങളും മാളികയും സമ്പത്തുമെല്ലാം. അമ്മയ്ക്കറിയാവുന്നതുകൊണ്ട് അറിയാവുമേ, ഞാൻ ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയല്ലേ പാടിയേ. അങ്ങനെ അമ്മയും പാടിയാൽ മതി. ഇന്ന് യോഗം കഴിഞ്ഞ് നമുക്ക് പിന്നെ അങ്ങോട്ട് മാറുമെന്ന് എൻ്റെ ക്ലിയർ ആയിട്ട് പാടാം. കയറി അതിലൊരു വരിയുണ്ട്, എന്താണ് BA-കാര ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടോ ജാതി മഹത്വം തൃണം പോൽ കരുതുന്നു നീ, അമ്പലങ്ങാട്ടങ്കനയെ നിനക്കു പത്നിയായി വേണോ, പൂമ്പാകിളച്ചു നടക്കും തെണ്ടി പരീക്ഷ. പുള്ളി ആക്ഷേപിച്ചപ്പം പുള്ളി പറഞ്ഞ വരികളാ മറുപടി. നാളികേര നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയാ പാടുന്നത്. അപ്പൊ സാധുക്കളെ ഒഴിഞ്ഞും പിഴിഞ്ഞും പീഡിപ്പിച്ചും ഉപദ്രവിച്ചും ഒക്കെ സൗധങ്ങളും മാളികകളും ഒക്കെ പടുത്തുയർത്തി. പക്ഷെ അവരെ അടുപ്പിക്കത്തില്ല, അവർക്ക് വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല, പള്ളി കൊടുത്ത് കയറ്റുകയില്ല, നല്ല വസ്ത്രം ധരിക്കാൻ അനുവദിക്കത്തില്ല, നല്ല ഭക്ഷണം കൊടുക്കത്തില്ല. പക്ഷെ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയരെ, എവിടെയും ഉയർത്തുവാനും എവിടെയും പറയുവാനും എവിടെയും ഘോഷിപ്പാൻ ഇടയാക്കുന്ന ഒന്നേ ഉള്ള സുവിശേഷം. ആ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ട? സകല ജാതികളും ഇത് കേൾക്കണം. ഇത് കേട്ടാലുള്ള ഗുണമെന്നാ? ഒന്ന്, ഇരുട്ട് മാറും, നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറും. എത്രയോ പേര് മദ്യത്തിനും മയക്കമരുന്നിനും അടിമകളായി. നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും സ്വൈര്യം കെടുത്തി. അയ്യോ, എത്ര പേര് പരാകുന്ന. ചിലരെ ഈയിടെ അവിടെ തന്നെ പരാകുന്ന കണ്ടു. സ്വന്തം ഭാര്യ മുടിഞ്ഞു പോവുകയുള്ളെന്ന്. സ്വന്തം ഭാര്യ അവളെ തല്ലിയേച്ച് കുടിച്ച് 4 കാലം വന്നിച്ച് അവളെ ഇടിച്ചേച്ച് പോകും. പിന്നെ അവൾ എന്നെ എടുക്കാന് തള്ളക്കിട്ട് ഒരിടി, പെറ്റ തള്ളക്കിട്ട് വെളിവില്ലല്ലോ. അന്നേരം തള്ള പാട കാലാ നിന്നെ വെള്ളിടി വെട്ടി നീ പോവുകയുള്ളെന്ന്. വെള്ളിടി എന്തോ ഇടി അമ്മേ, അത് വെള്ളിടി. ആ തള്ള പറഞ്ഞതാ വെള്ളിടി. വെള്ളി കൊണ്ടുള്ള ഇടിയായിരിക്കും. ആയിക്കോട്ടെ. അപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സൗകര്യം കെടുത്തുന്നവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം തകർന്നു പോയ വ്യക്തികൾ. പക്ഷെ ഈ സുവിശേഷം ചെന്ന് അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും മദ്യത്തിനും അടിമപ്പെട്ടവരുടെ അടുക്ക ചെന്ന് ഈ സത്യസുവിശേഷം പറഞ്ഞപ്പോൾ അവർ അത് കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് മദ്യപാനം നിർത്തി അവരുടെ ജീവിതം വെളിച്ചമായി. മനുഷ്യന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. പോലീസിന്റെ ലാത്തിക്കോ തത്വ സംഹിതകൾക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തത് സുവിശേഷത്താൽ പരിഹരിക്കും. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. അനുഭവിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എവിടെയും ഉയർത്തുവാൻ, എവിടെയും പറയുവാൻ, എവിടെയും ഘോഷിപ്പാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം, അത് സത്യസുവിശേഷം. സ്തോത്രം. എന്തുവാ ഈ സമയം? നിർത്താറായെങ്കിൽ പറയണം. എത്ര? 9:30യോ? എപ്പം നിർത്തണം? ഇപ്പം നിർത്തണോ അതോ ഇനിയും പോകണോ? എങ്ങനെ വേണ്ടില്ല. അച്ഛനാകാനും പെണ്ണ് കെട്ടാനും തയ്യാറാണ്. 9:30? ആ, നിർത്തിയേക്കാം. മതി. ഗുണമാകാനാണ് ഇതൊക്കെ മതി. ശകലം കൂടെ വേണം അമ്മയ്ക്ക് ശകലം കൂടെ വേണമെന്ന്. എന്നാ പോട്ടെ, എനിക്ക് എന്നാ അച്ഛാനും വേണ്ട പറഞ്ഞെന്ന് ഇച്ചിരിയുടെ പോട്ടെ. ഇച്ചിരിയുടെ ശകലം കൂടെ തരാം. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ സുവിശേഷം ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും. മദ്യപിച്ച് ലക്ക് കെട്ട് നടക്കുക ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ആർക്കും പ്രശ്നമില്ല.
ആർക്കും പ്രശ്നമില്ല. ചുണലുണ്ടോടാ നിൽക്കാൻ മേല നേരെ. പണ്ടൊരുത്തൻ കുടിച്ചേച്ച് വന്ന് പറഞ്ഞു, ഒരു ടൗണിൽ വന്നേച്ച് പറഞ്ഞു, ഞാൻ ഈ കടക്കാരും ഒക്കെ ഒത്തിരി ഉണ്ട്, അവനെ വലിയ രസികനുമാണ്. അവൻ പറഞ്ഞു, ഞാൻ ഒറ്റ തെണ്ടിക്കും 1 രൂപ കൊടുക്കാനില്ലെന്ന്. ഒരു തെണ്ടിക്കും ഞാൻ 1 രൂപ. അപ്പൊ കടയിൽ നിന്ന് ജോർജ് കുട്ടി വന്ന് ചോദിച്ചു, എടാ നീ എനിക്ക് പൈസ തരാനില്ലയോ? യോ ജോർജ് കുട്ടി തെണ്ടിയാന്നോ? യോ കുരിശുമൂട്ടല്ലേ ജോർജ് കുട്ടി തെണ്ടിയാന്നോ? അങ്ങനെ പറയരുത്. ഞാനൊരു തെണ്ടിക്കും കൊടുക്കാനില്ലെന്നാ. എന്നാട്ടത് ഞാൻ പോവാന്ന്. ഒരു കാര്യം പറയാം, അങ്ങനെയൊക്കെ ലെക്ക് കേട്ട് മദ്യപിച്ചും അവൻ ബോധം പോയി നടന്ന് ജീവിച്ച ഒത്തിരി പേര് അവര് സുവിശേഷം കേട്ടു, അവരുടെ ജീവിതത്തിന്റെ ഇരുട്ട് മാറി. എന്റെ സ്നേഹിത സുഹൃത്തെ, മദ്യവും ആ മയക്കുമരുന്ന് വന്ന് നിനക്ക് സ്വസ്ഥത തരികയല്ല. അങ്ങനല്ലേ പുസ്തകത്തിൽ വായിക്കാം, ആർക്ക് കഷ്ടം ആർക്ക് ആവലാതി. വായിച്ച 29-ാം വാക്യം, സദൃശവാക്യത്തില്ലയോ? പെട്ടെന്ന് വായിക്കും. 29 മുതല എടുത്തോ, വായിത്. 29-ാം വാക്യം മുതൽ 23-ന്റെ 29 വായിച്ചു. ആർക്ക് കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട്. മദ്യപിക്കുന്നവന്റെ കാര്യമാ. മദ്യപിക്കുന്ന വീട്ടിൽ മദ്യപിക്കുന്ന വ്യക്തിക്കായി ഇതെല്ലാം സംഭവിക്കുന്നത്. എന്തൊക്കെയാ? ഒന്നുകൂടെ വായിച്ചു. 29. ആർക്ക് കഷ്ടം, കഷ്ടം, ആർക്ക് സങ്കടം, സങ്കടം, ആർക്ക് കലഹം, കലഹം, ആർക്ക് ആവലാതി, ആവലാതി, അനാവശ്യമായ മുറിവ്, അനാവശ്യമായ മുറിവ്, ആർക്ക് കൺചുവപ്പ്, കൺചുമപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട്. മദ്യപിക്കുന്നവന്റെ കുഴപ്പടികളായി പറയുന്നത്. വായിച്ചു. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും, പിന്നെ മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും, മദ്യം രുചിച്ചു നോക്കാൻ പോകുന്നവർക്കും, പിന്നെ വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. നോക്കി നിൽക്കരുത്. കുടിക്കുകയെല്ലാം പോയി നീ വെള്ളം ഇറക്കി നിൽക്കുക. നോക്കി നിൽക്കരുതെന്ന്. അടുത്തത്, ഒടുക്കമത് സർപ്പം പോലെ, ഒടുക്കമത് സർപ്പം പോലെ നിന്നെ കടിക്കും, കടിക്കും, പിന്നെ അണലി പോലെ കൊത്തും, അണലി പോലെ നിന്നെ കൊത്തും, പിന്നെ നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. പിന്നെ അങ്ങനെ ഉണ്ട്. നിന്റെ ഭാര്യ കണ്ട മനസ്സിലാകുകയല്ല, അപ്പുറത്തെ മേരിക്കുട്ടീനെയാ. മനസ്സിലായോ? പരസ്ത്രീകളെ നോക്കും. പിന്നെ നിന്റെ ഹൃദയം വക്രത പറയും, വക്രത പറയും, വക്രത പറയും. ഇത് കിട്ടാൻ വേണ്ടിയേ. സാറേ നേരം വെളുത്തിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിച്ചിട്ടില്ല, എന്തേലും തരണേ. വക്രതയാ. പിന്നെ നമ്മൾ പറയുന്ന ചായ കുടിച്ചോ? ചായ കുടിക്കാനാണോ പോകുന്നേ? കുടിക്കും, ചായ അല്ല. ഞാന് ചങ്ങനാശ്ശേരി ടൗണിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വന്ന്, സാറേ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തേലും, അയ്യോ ഇത് കേട്ടപ്പോ സങ്കടം, 100 രൂപ കൊടുത്ത് അന്ന് കൊടുത്തേക്ക്. ഞാൻ എനിക്ക് കടയിൽ നിന്ന് 1-2 സാധനം വേണം, മേടിച്ച് വെച്ച് ഇറങ്ങിയപ്പം ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. അങ്ങനുണ്ട് വക്രത. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് പറയാ, സാറേ കഴിച്ചേച്ച് 2 ദിവസമായി, ഹോട്ടലിലോട്ട് കയറിക്കോ, ആവശ്യമുള്ളത് മേടിച്ച് കഴിച്ചു. എന്നാലും അവൻ പറയാ വിശക്കുന്നില്ലെന്ന്. വക്രത പറയും, വക്രത. ഇവിടെ ഞാൻ മാതൃകരിരുന്നപ്പോ ഒരാൾ വന്നു, സാറേ, ഈ ചെല്ലു സാറേ എന്ന് കേൾക്കുമ്പോ അങ്ങ് ഇളകും. കാരണം വിളിച്ചതെല്ലാം വേറെ വിളിയാ നമ്മളെ വിളിച്ചത്. അന്നേരം ഇവിടുത്തെ രാവിലെ വന്ന് പിന്നെ അത് വലിയ കാര്യമില്ലേ. നേരത്തെ വിളിച്ചപ്പോഴെല്ലാം മുന്നിൽ വേറെ ഡാഷ് ഉണ്ടായിരുന്നു. ഇവൻ നേരിട്ട് വന്ന് ഒരു ഡാഷും ഇല്ലാതെ സാറേ ഇളകി. അപ്പൊ ഇവൻ രാവിലെ വന്ന്, എന്റെ ഭാര്യക്ക് ക്യാൻസറാണ്. യോ എന്ന് എത്ര നാളായി? കുറച്ച് നാളായി. ഇന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഞാൻ അന്നേരം എൻ്റെ പരമാർത്ഥതയ്ക്ക് ഇച്ചിരി പൈസ കൊടുത്തു. ആശുപത്രി പോകേണ്ടതല്ലേ, 3000 രൂപ കൊടുത്തു. ക്യാൻസർ വന്നല്ലോ. എൻ്റെ കയ്യിൽ അന്നേരം അത് ഉള്ളത് കൊണ്ട് കൊടുത്തു. തലേ ദിവസം കൺവെൻഷന് പോയി ദൈവമക്കൾ തന്നതിൻ്റെ ഒരു വിഹിതമാണ് കൊടുത്തു. ഒരു സ്ത്രീക്ക് ക്യാൻസർ, ഭർത്താവാ വന്നേക്കുന്നത്, രാവിലെ വന്നേക്കുക, കൊടുത്തു. ഇവൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം വേറൊരാൾ വന്നു. അപ്പം പുള്ളി എന്നോട് ചോദിച്ചു, അവനെ അറിയാമോ? ഞാൻ പറഞ്ഞു ഇല്ല, ഭാര്യയ്ക്ക് ക്യാൻസറാ, മെഡിക്കൽ. അയ്യോ അവൻ കള്ളനാ.
അവന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. 2 പിള്ളേർക്ക് ജോലിയുള്ളത്. ഇവനിങ്ങനെ വീട് മുഴുവൻ തീണ്ടി നടന്നു കുടിക്കാനാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനിയും വരട്ടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. സാറേ, ഞാൻ ചോദിച്ചു എങ്ങനുണ്ട്? സീരിയസാ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വണ്ടിയിലോട്ട് കയറി, ഞാനിവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിവിടെ അങ്ങോട്ട് വന്ന് വീട്ടിലോട്ട് വരാം. ഞാൻ അവിടെ പറഞ്ഞു ഇപ്പം അവൾ അവിടെ ഇല്ലെന്ന്. ഞാൻ ചോദിച്ചു സീരിയസ് ആയി? അല്ല, ഇപ്പം ഇല്ല. ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോയി? അവളെയും കൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് പോയി. ഞാൻ ചോദിച്ചു എവിടോട്ട്? അമ്മക്ക് അവിടോട്ട് പോകാം, വണ്ടിയിലോട്ട് കയറിക്കും. ഞാനും വിട്ടില്ല. എങ്ങനുണ്ട്? വക്രത പറയും, വക്രത. വക്രത പറയും. അടുത്തത്, നീ നടുക്കടലിൽ സഹിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും അങ്ങനെ ആയിരിക്കും. അടുത്തത്, അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. ഒന്നും നൊന്തില്ല. ചുമ്മാ കിടന്ന് തല്ലി മേടിക്കുക. അടിച്ചു, നൊന്തില്ല. അടുത്തത്, അവർ എന്നെ തല്ലി. ഭാര്യ തുടുപ്പിനെ അടിച്ചത്, കപ്പ ഇളക്കുന്ന തുടുപ്പിനെ അവൻ അറിഞ്ഞൊന്നുമില്ല. പിന്നെ അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതും അറിഞ്ഞില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ തേടും. രാവിലെ പിന്നെ അത് തന്നെ തേടുവന്ന് പട്ടി പുതപ്പ് മേടിക്കും പോലെ. തണുപ്പടിക്കുമ്പോൾ എല്ലാം കൂടെ ചുണ്ട് നാളെ എന്തായാലും പുതപ്പ് മേടിക്കും. നേരം വെളുത്തപ്പോൾ സൂര്യൻ വെച്ചു കൊടങ്ങേച്ച് പുള്ളി പുതപ്പിന്റെ കാര്യം മറന്നു. ഇത് തന്നെ ആകല്ലേ. ഇന്ന് രാത്രി നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കണം. മദ്യം, മദിരാക്ഷി, ലഹരി പദാർത്ഥം, ലോകത്തിന്റെ ഇമ്പങ്ങൾ നിനക്ക് സ്വസ്ഥത തരത്തില്ല. ഇന്ന് രാത്രി നിനക്ക് രക്ഷയും സമാധാനവും സ്വസ്ഥതയും വേണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. എത്രയെത്ര വ്യക്തികളുടെ, എത്രയെത്ര കുടുംബങ്ങളുടെ, എത്രയെത്ര ദേശത്തിന്റെ, ഏതെല്ലാം രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ആ സുവിശേഷമായി ഇന്ന് രാത്രി ഇവിടെ ഉയരുന്നത്. ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ, ചുമൽ കൊടുക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ കുടുംബത്തിനും അനുഗ്രഹമാണ്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സുവിശേഷം യേശു ക്രിസ്തു. സമയം പോയതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് നിർത്തുക. എങ്കിലും ഇത്രയും നേരം നിങ്ങൾ എന്നെ കേട്ടിരുന്നല്ലോ. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, മതത്തിന്റെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. അവൻ കർത്താവിന് ഹൃദയം കൊടുക്കാം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഹൃദയം കർത്താവിന് കൊടുക്ക്. ഒറ്റവാക്ക് പ്രാർത്ഥിക്ക്, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് വരണം, യേശുവേ എന്നെ ഉപേക്ഷിക്കരുത്. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഒരു കാര്യത്തോടെ പറഞ്ഞങ്ങ് നിർത്താം. ഏത് സമയത്തും മരണം നമ്മെ പിടികൂടാം. മരണത്തിന്റെ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എല്ലാ മനുഷ്യരും മരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കും. സ്റ്റേജിൽ ഇരിക്കുന്നവരും മരിക്കും. നമ്മുടെ ഇരിപ്പും ഭാവോ നോട്ടം ഒക്കെ കണ്ടാ മരിക്കുകയാലെന്ന് പറഞ്ഞാൽ പോകും. സംസാരമൊക്കെ കേട്ട് മരിക്കുകയാലെന്നുള്ളതാ. എല്ലാം മരിക്കും. ഞാനിവിടെ വന്നപ്പോൾ നോക്കി, പലതിനെയും നോക്കി, പലതും പരിവക്കേടാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം പരിവക്കേടായി. മരിക്കും. പക്ഷെ ഒരു കാര്യം പറയാ, മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരണം ഒരു ദിവസം വന്ന് പിടികൂടും. മരണത്തിന് തണുത്ത കരം വന്ന് തപ്പും. നാമം ചൊല്ലിയപ്പോ പണ്ട് ചൊല്ലിയിട്ടുണ്ട്, കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും ഒന്ന് ഉരിയാടുവതിന് കിട്ട വന്നാൽ യമപടർനാരായണ ജയാന. കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം വിധ കളയരുതാരും മരണം വരുമിന് എന്ന് നനച്ചിക മരുവുക സതതം. മരിക്കും. മൂത്താമ്പാക്കൽ ഉപദേശി പണ്ട് പാടി, വണ്ണം പെരുത്താലും മണ്ണിനെറിയത് കണ്ണിന്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും. അധ്യാത്മരാമായണത്തിൽ എടുത്തച്ഛനൊരു വരി എഴുതി, ഭോഗങ്ങളോരോ ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് മോർത്ത നീ വക്കിനി സന്തപ്ത ലോകസ്ഥാമ്പ് ബിന്ദുന സന്നിപം മർത്തിജന്മം ക്ഷണമങ്കുരം എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കും. തോട്ടത്തിൽ കവിതകൾക്കകത്ത് ഒരു വരിയുണ്ട്, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നും ഫലപ്പെടാം. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു കേട്ടുകേൾവി ഇല്ലകോ. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ എല്ലാവരും മരണമടിയായി പോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, മരണത്തിന്റെ ആനക്കാതെ തണുത്ത കരം എന്ന് തപ്പുന്നതിന് മുമ്പ്, താലോടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം.
ആ ക്രിസ്തുവിനെ രക്ഷിതാമായി സ്വീകരിച്ച് ഈ സുവിശേഷം തന്നെ സാക്ഷ്യം വഹിപ്പാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചും ആശീർവദിച്ചും എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്തദാസനും സമയമനുസരിച്ച് ചുമതലപ്പെട്ടവർക്കും ഇതുവരെ ഇവിടെയും സമീപ സ്ഥലത്തും ഒക്കെ ഇരുന്ന് എന്നെ കേട്ട ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കളോടും എല്ലാ ഭവനത്തോടും എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി ചൊല്ലി എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.